SNDP യൂണിയനുകളും ശാഖകളും ഈ അടുത്ത കാലത്തായി വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങളോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ സംബന്ധിച്ചും കൃതികളെ സംബന്ധിച്ചുമെല്ലാം ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഉതകുന്ന ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ, പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു എന്നുള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. പണ്ടൊക്കെ ഒരു ഘോഷയാത്രയോ അല്ലെങ്കിൽ ഒരു കലാപരിപാടിയോ വെച്ച് അവസാനിപ്പിച്ചിരുന്ന ഇത്തരം സദസ്സുകൾ ഇന്ന് വൈജ്ഞാനികമായ ഇത്തരത്തിലുള്ള പരിപാടികളാൽ വളരെ സമ്പന്നമാണ്. വടക്ക് ഭാഗത്തുള്ള SNDP യൂണിയനുകളും ശാഖകളുമെല്ലാം ഇത് മനസ്സിലാക്കുകയും ഇത് അനുകരിക്കുകയും വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഗുരുവിൻ്റെ ദർശനങ്ങളെ സംബന്ധിച്ചും കൃതികളെ സംബന്ധിച്ചുമെല്ലാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ഗുരുവിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ഗുരു എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ഗുരു സ്വാധീനിക്കുന്നത് എന്ന് നാം അറിയുന്നത് ഗുരുവിൻ്റെ കൃതികളിലൂടെയും ഗുരുവിൻ്റെ ദർശനങ്ങളിലൂടെയുമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. നമുക്കറിയാം, ഇന്ന് ലോകം വളരെയേറെ വേദനകളിലൂടെ കടന്നു പോവുകയാണ്. ഒരു ഭാഗത്ത് യുദ്ധങ്ങൾ, വർഗീയ കലാപങ്ങൾ, കൂട്ടക്കുരുതികൾ, പട്ടിണി, ദാരിദ്ര്യം, മാറാവ്യാധികളും പകർച്ചവ്യാധികളുമെല്ലാം ഒന്നിച്ചൊരുപോലെ മാനവ സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കലുഷമായ കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം, യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം, ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ യുദ്ധങ്ങൾ കേട്ട് മനസ്സ് മരവിച്ചു. ഓരോ ദിവസവും പത്രങ്ങൾ വായിക്കുമ്പോൾ, TV തുറക്കുമ്പോൾ, വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് രക്തത്തിൻ്റെ നിറമുള്ള, കബന്ധങ്ങളുടെ മണമുള്ള, ദീനരോദനങ്ങളുടെ അസ്വസ്ഥത ഉളവാക്കുന്ന വാർത്തകളാണ്. കുഞ്ഞുങ്ങളുടെ, മാതാക്കളുടെ, സ്ത്രീകളുടെ മരണങ്ങൾ, വികൃതമാക്കപ്പെട്ട ശവശരീരങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഉറക്കമില്ലാത്ത നാളുകളാണ് ഓരോ ദിവസവും നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. അകന്നു പോകുന്ന മനുഷ്യബന്ധങ്ങൾ, ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളാണ് മാനവ സമൂഹത്തിന്, ഹൃദയമുള്ളവർക്ക്, മനസ്സുള്ളവർക്ക് സമ്മാനിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇത് മനുഷ്യ സമൂഹത്തിൻ്റെ ആകെ എല്ലാവരുടെയും, ഇന്ത്യക്കാരുടെ, കേരളത്തിൻ്റെ മാത്രമല്ല, ഓരോ നാട്ടിലെയും മനുഷ്യർ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവിച്ചുകൊണ്ടേയാണ് ഓരോ ദിനത്തെയും അഭിമുഖീകരിക്കുന്നത്. ദൈവമേ, ഇന്ന് ഞാനെന്ത് വാർത്തയാണ് കേൾക്കുക എന്ന ആശങ്കയോടെയാണ് നാം രാവിലെ ഉറക്കിൽ നിന്നുണർന്ന് കണ്ണു തുറക്കുന്നത്. ഇത് മുമ്പെങ്ങുമില്ലാത്ത വിധം, മുമ്പാരും അനുഭവിച്ചിട്ടില്ലാത്ത വിധം വേദനയേറിയ അനുഭവങ്ങളാണ്. ഇത്തരത്തിലുള്ള വേദനകളെല്ലാം സമ്മാനിക്കുന്നത്, രസകരമെന്ന് പറയട്ടെ, മതങ്ങളുടെയും ദൈവങ്ങളുടെയും പേരിലാണ് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് ഇസ്രയേലിലും ഫലസ്തീനിലും സംഭവിക്കുന്നത്? അവിടെ യഹൂദരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇറാനിലും പാകിസ്ഥാനിലും സംഭവിക്കുന്നത് ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. യുക്രൈനിലും റഷ്യയിലും നേർക്കുനേരെ മതങ്ങൾ അവിടെ ഭാഗവാക്കാകുന്നില്ലെങ്കിലും അതിൻ്റെ പിന്നാമ്പുറത്ത് നമുക്ക് അത്തരത്തിലുള്ള ചില ബന്ധങ്ങൾ കാണാൻ സാധിക്കും. ഇങ്ങനെ മതങ്ങൾ, ഈശ്വരന്മാർ, ദൈവങ്ങൾ, ഇതൊക്കെ മനുഷ്യനെ പരസ്പരം തമ്മിൽ തല്ലിക്കുന്ന, പരസ്പരം കൊല്ലിക്കുന്ന, പരസ്പരം അകറ്റുന്ന ഘടകങ്ങളായി വർത്തിക്കുന്നു എന്നുള്ളതാണ് നാം കണ്ടുവരുന്നത്. നാം പഠിച്ചത് എന്താണ്? മതങ്ങൾ മനുഷ്യനെ നന്മ പഠിപ്പിക്കുന്നു, മതങ്ങൾ മനുഷ്യരെ ഉയർത്തുന്നു, മതങ്ങൾ മനുഷ്യനെ മൂല്യങ്ങളുള്ളവനാക്കുന്നു എന്നൊക്കെയാണ് പഠിപ്പിച്ചത്. പക്ഷേ ഇന്ന് മതങ്ങൾ മനുഷ്യനെ അകറ്റാനും കൊല്ലാനും നിരന്തരമായി ശത്രുത വെക്കുവാനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ ഒരു അവസരത്തിലാണ് നാം എവിടെയാണ് സമാധാനം എന്നന്വേഷിക്കുന്നത്? എവിടെയാണ് മാനവ സമൂഹത്തിന് സമാധാനം ഇരിക്കുന്നത്? സ്വസ്ഥമായി ഒന്നുറങ്ങാൻ, മനസ്സറിഞ്ഞൊന്ന് ചിരിക്കാൻ, സ്നേഹത്തോടെ മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കാൻ, അന്യരല്ലെന്ന ഭാവത്തോടെ ലോകത്ത് ജീവിക്കാൻ എന്നാണ് മനുഷ്യർക്ക് സാധിക്കുക? അവൻ മുസൽമാൻ, ഇവൻ ഹിന്ദു, അയാൾ ക്രിസ്ത്യൻ, ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ഭേദമില്ലാതെ എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു സമൂഹം എന്നാണ് പിറക്കുക എന്നുള്ള ഒരു സ്വപ്നം, അങ്ങനെ ഒരു സ്വപ്നമെങ്കിലും കാണാൻ നമുക്ക് സാധിക്കുമോ എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു പോവുകയാണ്. എവിടെയാണ് നമുക്ക് ആ തുരുത്ത്? എപ്പോഴാണ് നമുക്ക് ആ ഒരു വെളിച്ചം? എന്നാണ് നമുക്ക് ആ പ്രഭാതം പൊട്ടിവിടരുക? സ്നേഹത്തിന്റെ പ്രഭാതം, ഒരുമയുടെ പ്രഭാതം, ഭേദങ്ങളില്ലാത്ത പ്രഭാതം എന്നാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക? അത് ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ ലോകം മുഴുവൻ ഒരിടത്തേക്ക് നോക്കേണ്ടതുണ്ട്, ഒരു ദർശനത്തിലേക്ക് നോക്കേണ്ടതുണ്ട്, ഒരു ഗുരുവിലേക്ക് ഉണരേണ്ടതുണ്ട്, ഒരു സ്ഥലത്തേക്ക് അവരൊക്കെയും ഒരുമിക്കേണ്ടതുണ്ട്. ആ ഗുരുവിൻ്റെ പേര് ശ്രീനാരായണ ഗുരു എന്നാണ്. ആ ദർശനത്തിൻ്റെ പേര് ശ്രീനാരായണ ദർശനം എന്നാണ്. ചെമ്പഴന്തിയിൽ ജനിച്ച് ശിവഗിരിയിൽ സമാധിയായ ആ മഹാപുരുഷൻ ഈ ലോകത്തിന് സമ്മാനിച്ചത് ഭേദങ്ങളില്ലാത്ത തത്വശാസ്ത്രമാണ്, സമത്വത്തിന്റെ ദർശനമാണ്. എല്ലാവരെയും ഒന്നായി കാണാൻ സാധിക്കുന്ന, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണമെന്ന പ്രാർത്ഥനയോടെ ഈ ലോകത്ത് സമ്മാനിച്ചിട്ടുള്ള പല മതസാരവുമേകം എന്ന് പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ എന്ന് പറഞ്ഞ് ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് പഠിപ്പിച്ച എല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിപ്പിച്ച ഒരു മഹാദർശനം ആ ഗുരുവിൽ നിന്ന് നമുക്ക് സമ്മാനിതമാണ്. ആ ഗുരുവിലേക്കാണ് നാം ഉണരേണ്ടത്, ആ ഗുരുവിൻ്റെ ദർശനത്തിലേക്കാണ് നാം ഉണരേണ്ടത്. ലോകം കാത്തിരിക്കുന്നത് അതാണ്. മതസാഹോദര്യത്തിന്റെ വർത്തമാനമല്ല, മതങ്ങൾ മേൽപ്പുറത്ത് മേൽപ്പാടിയിൽ മതങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നതിനെ കുറിച്ചുമല്ല ഗുരു പറഞ്ഞത്, മറിച്ച് മതസമന്വയത്തെക്കുറിച്ചാണ്. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ് എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് മതസൗഹാർദ്ദത്തെക്കുറിച്ചറിയാം. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ, മതസംഘടനകളുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ എന്തെങ്കിലുമൊക്കെ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുമ്പോൾ അവിടെ ഒരു പൂജാരിയും ഒരു അച്ഛനും ഒരു മൗലവിയും ഇരിക്കും. മൗലവിയുടെ തലയിൽ ഒരു തലപ്പാവ്, കാഷായം ധരിച്ച പൂജാരി, വലിയ കുരിശ് ധരിച്ച ഒരച്ഛൻ, ഇവർ 3 പേരും ഇങ്ങനെ ഇരിക്കും. അങ്ങനെ 3 പേരും, വികാരിയും അച്ഛനും മൗലവിയും ഇരുന്ന് എല്ലാ മതങ്ങളും ഒന്ന്, എല്ലാം ഭദ്രം, എല്ലാം സുഖം, എല്ലാവരും നന്മയിലേക്ക് ക്ഷണിക്കുന്നു എന്നൊക്കെ വലിയ വായിൽ പറഞ്ഞ് ബിരിയാണി തിന്ന് പോക്കറ്റ് മണി വാങ്ങി ഇറങ്ങിപ്പോയി. അവരവരുടെ ആലയത്തിൽ ചെന്നാൽ ആ മതം മോശം, അത് തീരെ കൊള്ളാത്തത്, അത് മ്ലേച്ഛം, അത് നരകത്തിലേക്കുള്ള വഴി, എൻ്റെ വഴിയാണ് സ്വർഗം, എൻ്റെ മതമാണ് ശ്രേഷ്ഠം, അതുകൊണ്ട് മതം മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാനൊക്കും എന്ന് ചിന്തിക്കുന്ന ഒരു മതസൗഹാർദ്ദമുണ്ട് നമ്മുടെ നാട്ടിൽ. ഓക്കാനം വരുന്ന അധരവ്യായാമങ്ങളുടെ മതസൗഹാർദ്ദം, അർത്ഥമില്ലാത്ത വാക്കുകളുടെ, അർത്ഥശൂന്യമായ വിലാപങ്ങളുടെ മതസൗഹാർദ്ദം, വെറും കാട്ടിക്കൂട്ടലിൻ്റെ, നാട്യത്തിൻ്റെ ഒരു മതസൗഹാർദ്ദമുണ്ട്. ആ മതസൗഹാർദ്ദമല്ല ഗുരു പറഞ്ഞത്. പിന്നെയോ എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന്, ഒരു മതവും മറ്റൊരു മതത്തെ കൊന്നു തീർക്കാൻ സാധ്യമല്ലെന്ന്, അങ്ങനെ പൊരുതിയാൽ ഒടുങ്ങുകയില്ലെന്ന് ഗുരു പറഞ്ഞ മതസമന്വയ ദർശനമുണ്ട്. ആ മതസമന്വയ ദർശനം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന മതസമന്വയമാണ്. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ ദർശനങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ ഗുരുക്കന്മാരെയും പ്രവാചകന്മാരെയും ഉൾക്കൊള്ളുന്ന ഒരു മതദർശനമാണ്. അത് ഗുരുവിന് മാത്രം സാധ്യമായതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരു 1924 സർവമത സമ്മേളനം വിളിച്ചു ചേർത്തു. സർവമത സമ്മേളനം വിളിച്ചു ചേർത്തു. കേരളത്തിന്റെ നാനാഭാഗത്ത് നിന്ന് 10,000 അവിടേക്ക് ഒഴുകി വന്നു. വാട്സാപ്പ് ഇല്ലാത്ത, ഫേസ്ബുക്ക് ഇല്ലാത്ത, സോഷ്യൽ മീഡിയയുടെ സെറ്റപ്പുകളൊന്നുമില്ലാത്ത, പരസ്യം ചെയ്യാൻ വ്യത്യസ്തങ്ങളായ മാർഗങ്ങളൊന്നുമില്ലാത്ത ഒരു കാലത്ത്, 100 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് നമ്മൾ ഓർക്കണം. നാം 2024 ഇരിക്കുന്നത്. 100 വർഷങ്ങൾക്ക് മുൻപ് ഗുരുവിൻ്റെ ഒരൊറ്റ ആഹ്വാനം, സർവമത സമ്മേളനം, ആലുവ അദ്വൈതാശ്രമ മുറ്റത്ത്, ശിവരാത്രിയിൽ എല്ലാവരും വരണം. എല്ലാവരും വന്നു, ഗുരുവിൻ്റെ ആഹ്വാനം കേട്ട് വന്നു. 10,000 ഒഴുകിയെത്തി അദ്വൈതാശ്രമത്തിൻ്റെ തിരുമുറ്റത്ത്. പെരിയാറിൻ്റെ ഓരത്ത് ആളുകൾ മറ്റൊരു പുഴയായി വന്നണഞ്ഞു. എല്ലാ മതങ്ങളും വന്നു, എല്ലാ മതങ്ങളുടെയും ആചാര്യന്മാർ വന്നു. ഇസ്ലാം മതത്തിന്റെ ഇ കെ മൗലവി കടവത്തൂരിൽ നിന്ന്, ബുദ്ധമതത്തിന്റെ
ക്രിസ്തു മതത്തിൻ്റെ, സിഖ് മതത്തിൻ്റെ, ഹിന്ദു മതങ്ങളുടെ, വ്യത്യസ്തങ്ങളായ ധാരകളുടെ എല്ലാവരും വന്നു ചേർന്നു. സദാശിവ അയ്യരുടെ നേതൃത്വത്തിൽ, അധ്യക്ഷതയിൽ അവിടെ സമ്മേളനം നടന്നു. അറിയാനും അറിയിക്കാനും വാദിക്കാനും ജയിക്കാനുമല്ല, ഒരു ചരിത്രത്തിൻ്റെ തിരുത്തുണ്ടായിരുന്നു. അതിൽ ഒഴുകി വന്ന, നടന്നു വന്ന ഒരു മഹാചരിത്രത്തിൻ്റെ, മനുഷ്യൻ പരസ്പരം വാദിച്ചിരുന്ന, തോൽപ്പിച്ചിരുന്ന, ജയിക്കാൻ വേണ്ടി എന്ത് നെറികേടും കാണിച്ചിരുന്ന ഒരു മത താർക്കികതയുടെ ചരിത്രത്തിൻ്റെ തിരുത്തായിരുന്നു അത്. പലർക്കുമുള്ള തിരുത്തായിരുന്നു അത് ഭാരതീയ ആചാര്യന്മാർക്കുള്ള തിരുത്തായിരുന്നു. സെമിറ്റിക് പാതിരിമാർക്കും മുല്ലമാർക്കുമുള്ള തിരുത്തായിരുന്നു. പലർക്കുമുള്ള തിരുത്തായിരുന്നു അത്. ഒരൊറ്റ വാക്കിൽ ഒരു ചരിത്രത്തെ തിരുത്തുന്ന ഒരത്ഭുതമാണ് നാം അവിടെ കണ്ടത്. വാദിക്കാനും ജയിക്കാനുമല്ല. ഗുരു ആരെയും പേരെടുത്ത് പറഞ്ഞില്ല. ഗുരു ഒന്നിനെയും സൂചിപ്പിച്ചില്ല. ഏതെങ്കിലും ഒരു ദർശനത്തെ ഗുരു പറഞ്ഞില്ല. പക്ഷേ ചരിത്രം മുഴുവനും ആ വാക്കുകളിൽ ഉൾക്കൊണ്ടിരുന്നു. സകല ചരിത്രവും, കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളിലെ ചരിത്രം, മല കയറിപ്പോയ ദിഗ്വിജയം നടത്തിയ ശങ്കരന്റെ ചരിത്രമുണ്ടതിൽ, കടല് കടന്നു വന്ന പാതിരിമാരുടെ ചരിത്രമുണ്ടതിൽ. അങ്ങനെ എല്ലാ ചരിത്രങ്ങളും അതിലുണ്ട്. അധികാരത്തിന്റെ മുഹമ്മദ് ബിൻ കാസിമിന്റെ, തുഗ്ലക്കുമാരുടെ, മുഗളന്മാരുടെ, ഔറംഗസീബിന്റെ ചരിത്രമുണ്ടതിൽ. അങ്ങനെ സകല ചരിത്രത്തെയും ഉൾക്കൊണ്ട രണ്ട് വാക്ക്: വാദിക്കാനും ജയിക്കാനുമല്ല, ആരെയും തോൽപ്പിക്കാനല്ല, ആരുടെയും മുകളിൽ കയറി നിൽക്കാനല്ല, എൻ്റെത് മാത്രം ശരിയെന്ന് സ്ഥാപിക്കാനല്ല, നിന്റെത് തെറ്റെന്ന് നിന്നെ പഠിപ്പിക്കാനല്ല. വാദിക്കാനും ജയിക്കാനുമല്ല, പിന്നെയോ അറിയാനും അറിയിക്കാനും. എന്ത് മൃദുലമായ ശൈലിയിലാണ്, എത്രമേൽ മനോഹരമായ ശൈലിയിലാണ് ഗുരു അത് കുറിച്ചു വെച്ചത്. എത്ര മനോഹരമായാണ് ഗുരു അതിനെ തിരുത്തിയത്. അങ്ങനെയാണല്ലോ ഗുരു തിരുത്താറുള്ളത്. എന്തെന്തൊക്കെ തിരുത്തി ഗുരു. ജാതീയത തിരുത്തി. മനുഷ്യനെ കണ്ടാൽ മനസ്സിലാകാത്ത കാലം, തീണ്ടാപ്പാടകലെ മാറി നിൽക്കേണ്ടി വരുന്ന ഒരു കാലം. നോക്കൂ, നിങ്ങൾ എല്ലാവരും എൻ്റെ മുന്നിൽ കസേരയിൽ ഇരിക്കുന്നു. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പുരുഷന്മാരുണ്ട്, വൃദ്ധരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, എല്ലാവരും ആബാലവൃദ്ധമിരിക്കുന്നു. തൊട്ടടുത്തിരിക്കുന്നവന്റെ ജാതി ഏതെന്ന് ഓർക്കാതെ, തൊട്ടടുത്തിരിക്കുന്നവന്റെ മതമേതെന്ന് ചോദിക്കാതെ, ഒരു ഭേദവുമില്ലാതെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു 100 വർഷം മുമ്പ് നമുക്കിങ്ങനെ ഇരിക്കാൻ സാധിക്കുമായിരുന്നോ? കസേരയിൽ ഇരിക്കാൻ സാധിക്കുമായിരുന്നോ? നിലത്തിരിക്കാൻ സാധിക്കുമായിരുന്നോ? തൊട്ടടുത്തിരിക്കുന്നവന്റെ ജാതി അറിയാതെ ഇരിക്കാൻ ഒക്കുകയില്ലായിരുന്നു. ഇന്ന് നമുക്ക് ആ പേടിയില്ല, നമുക്കങ്ങനെ ഒരു ചിന്ത തന്നെയില്ല. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ദുഷിച്ച ചിന്തകളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്ത ഒരാളുടെ പേര് ശ്രീനാരായണ ഗുരു എന്നാണ്. അങ്ങനെ ഉന്മൂലനം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിങ്ങനെ നാം സ്വസ്ഥമായിരുന്ന് ഈ പ്രഭാഷണം കേൾക്കുന്നത്. മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഒരു മുസ്ലിം ഖുർആൻ വ്യാഖ്യാതാവിന് ഇങ്ങനെ വന്ന് പ്രഭാഷണം നടത്താൻ സാധിക്കുന്നത് ആ മഹാഗുരു അന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചെയ്തു വെച്ച മഹത്തായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്ന് നമ്മൾ അറിയണം. ഇതാണത്. അങ്ങനെയാണ് ഗുരു തിരുത്തിയത്. വിപ്ലവങ്ങളില്ലാതെ, ചോരചിന്തലില്ലാതെ, പ്രകടനം നടത്താതെ, മുദ്രാവാക്യം എഴുതി കൊടുക്കാതെ, ആരും എവിടെയും ചെന്ന് ബഹളങ്ങൾ ഉണ്ടാക്കാതെ ഗുരു തിരുത്തിയത് അങ്ങനെയാണ്. മനുഷ്യന്റെ മനസ്സിലാണ് ഗുരു സ്പർശിച്ചത്, അവിടെയാണ് ഗുരു പിടിച്ചത്, അവിടെയാണ് ഗുരു അമർത്തിയത്. അങ്ങനെ മാറ്റേണ്ടിടത്ത് മാറ്റിയപ്പോൾ മനുഷ്യരൊന്നാകെ മാറി. ഈ കേരളം മുഴുവൻ മാറി. ഇന്ന് കേരളത്തിന്റെ കുത്തക ആരൊക്കെ അവകാശപ്പെട്ടാലും അതൊക്കെ ചെന്ന് നിൽക്കുന്ന ഒരു വേരുണ്ട്. ആ വേര് ശ്രീനാരായണ ഗുരു എന്ന വേരാണ്. ആ വേരിലാണ് എല്ലാം ഇരിക്കുന്നത്. അങ്ങനെയാണ് ഗുരു തിരുത്തിയത്. അറിയാനും അറിയിക്കാനും വാദിക്കാനും ജയിക്കാനുമല്ല എന്ന കുറുകിയ 2 വാക്കുകളിൽ. ഗുരുവിൻ്റെ വാക്കുകളെല്ലാം കുറുകിയതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്ന് ഗുരു പറയുമ്പോൾ ആ കുറുകിയ വാക്കുകൾ അടയാളപ്പെടുത്തുന്നത് മാനവ സമൂഹത്തെ മുഴുവനുമാണ്. അതിൽ കറുത്തവനുണ്ട്, വെളുത്തവനുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കുന്നവനുണ്ട്, മലയാളം സംസാരിക്കുന്നവനുണ്ട്, പണ്ഡിതനുണ്ട്, പാമരനുണ്ട്, എല്ലാവരുമുണ്ട്. അതിൽ കർഷകനുണ്ട്, ധനികനുണ്ട്, അംബാനിയുണ്ട്, എല്ലാവരുമുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വാക്ക്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവും ഇല്ലതിൽ എന്ന് പറയുന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ ഈ ലോകത്ത് ഒരു മനുഷ്യ കുഞ്ഞിനും സാധ്യമല്ലാത്ത വിധം സമഗ്രമായി ഉൾക്കൊള്ളുന്ന കുറുകിയ വാക്കുകൾ. അങ്ങനെയാണ്. കടുകമണി പോലെയാണ് ഗുരുവിൻ്റെ വാക്ക്. ഒരു കടുകിൽ കടലിനെ ഒളിപ്പിച്ചു വെക്കുന്ന അത്ഭുതം ഗുരു എപ്പോഴും കാണിക്കാറുണ്ട്. അങ്ങനെയാണ് ഗുരു അവിടെ പ്രവർത്തിക്കുന്നത്. അത് തന്നെയാണ് അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനത്തിൽ നാം കണ്ടത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. ഒരു തലമുറയുടെ
പല തലമുറകളുടെ മാനവ സമൂഹത്തിൻ്റെ ഇന്നേ വരെയുള്ള യാത്രയെ അപ്പടി ഒപ്പിയെടുത്ത് ഒരു ചെറിയ വാക്കിൽ ആറ്റിക്കുറുക്കി ഗുരു സമർപ്പിക്കുകയായിരുന്നു. അറിയേണ്ടവർക്കത് അറിയാൻ സാധിച്ചു, തിരിയേണ്ടവർക്കത് തിരിഞ്ഞു. അതിൽ ഒരു ചരിത്രം ഉള്ളടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ എല്ലാവരും ഒഴുകിയെത്തി. അന്നേ വരെ കേരളം അത്തരത്തിലൊരു സമ്മേളനം കണ്ടിട്ടില്ല. അന്നേ വരെ ഒരു ഗുരുവിൻ്റെ ആഹ്വാനത്തിൽ, ഒരു മനുഷ്യന്റെ ആഹ്വാനത്തിൽ ഒരു സമൂഹം ഒന്നടങ്കം, ജാതി മത ഭേദമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവരും ഒഴുകി വന്നു, നടന്നു വന്നു, കാളവണ്ടിയിൽ കയറി വന്നു, തീവണ്ടിയിൽ വന്നു. അങ്ങനെ പല ദേശത്ത് നിന്ന് വന്ന് ആളുകളെല്ലാവരും ഒരുമിച്ച് കൂടി. എന്ത് കേൾക്കാനാണ് വന്നിരിക്കുന്നത്? ഗുരുവിൻ്റെ ആഹ്വാനം കേട്ട് സർവമത സമ്മേളനം എന്തെന്നറിയാൻ. ലോകത്ത് നടന്ന ആദ്യത്തെ സമ്മേളനം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ചിക്കാഗോയിൽ വിവേകാനന്ദൻ പങ്കെടുത്ത സമ്മേളനം ആദ്യത്തെ സമ്മേളനമല്ലേ? അത് ആദ്യത്തെ സമ്മേളനമാണ്. പക്ഷെ അത് ഗുരു വിളിച്ചു ചേർത്തതുപോലുള്ള ഒരു സർവമത സമ്മേളനമായിരുന്നില്ല. അത് ഒരു ഗവൺമെന്റ് വിളിച്ചു ചേർത്തതാണ്. അമേരിക്കൻ ഗവൺമെന്റ് വിളിച്ചു ചേർത്തതാണ്. എന്തിന്? കൊളംബസ് അമേരിക്ക കണ്ടെത്തിയതിന്റെ 400-ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ ഗവൺമെന്റ് വിളിച്ചു ചേർത്തതാണ് ആ സമ്മേളനം. അത് വാദിക്കാനും ജയിക്കാനുമായിരുന്നു, അറിയാനും അറിയിക്കാനുമായിരുന്നില്ല. വാദിക്കാനും ജയിക്കാനുമായിരുന്നു. എല്ലാ മതങ്ങൾക്കും പ്രാതിനിധ്യം നൽകുന്നു എന്ന് വരുത്തി ക്രിസ്തുമതത്തിന്റെ മേന്മ അറിയിക്കുന്നതിന് വേണ്ടി, ക്രിസ്തുമതത്തിന്റെ പ്രചരണത്തിന് ആക്കം കൂട്ടുന്നതിന് വേണ്ടി അമേരിക്കൻ ഗവൺമെന്റ് സംഘടിപ്പിച്ചതായിരുന്നു ആ സർവമത സമ്മേളനം. അവിടെ വിവേകാനന്ദൻ അവിചാരിതമായി സംബന്ധിക്കുകയായിരുന്നു. സംബന്ധിച്ചപ്പോൾ വിവേകാനന്ദ സ്വാമിയുടെ പ്രഭാഷണം ലോകോത്തരമായി മാറി. ഇന്നും മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ പ്രഭാഷണം ഇന്നും ലോകത്തൊരത്ഭുതമായി നിൽക്കുന്നു. പക്ഷേ ആ സമ്മേളനം ഒന്നാമത്തെ സമ്മേളനമാണ്, സർവമത സമ്മേളനമാണ് എന്ന് വിളിക്കുക സാധ്യമല്ല. ഒരു വ്യക്തി വിളിച്ചു ചേർത്ത സമ്മേളനം, ഒരു ഗവൺമെന്റ് അല്ല, ഒരു മിഷണറിയുമില്ല. ഗുരു ഒരു വ്യക്തിയാണ് വിളിച്ചു ചേർക്കുന്നത്. എന്നിട്ടാണ് ഈ ജനങ്ങളെല്ലാം ഒഴുകി വന്നത്. അന്നവിടെ എല്ലാ മതങ്ങളുടെയും പ്രതിനിധികൾ സംസാരിച്ചു. ഗുരു വേദിയിലിരുന്നത് കേട്ടു. ഗുരു താഴെ ഇരുന്നില്ല, സംഘാടകനായി ഓടി നടന്നില്ല. വേദിയിലിരുന്ന് എല്ലാ പ്രഭാഷണങ്ങളും ഗുരു കേട്ടു. എന്നിട്ട് അവസാനം സമ്മേളനത്തിന്റെ ഒടുവിൽ ഗുരു ഒരു പ്രഖ്യാപനം നടത്തി, ഒരു വിളംബരം നടത്തി. ആ വിളംബരത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത്. ഇന്ന് 4 കോടിയിലെ ഈ SNDP ശാഖയിലെ എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഗുരുവിൻ്റെ ആ വിളംബരം മനസ്സിലേറ്റ് വാങ്ങണം. എന്താണ് ആ വിളംബരം എന്നറിയാമോ? ഇവിടെ നടന്ന സമ്മേളനത്തിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമായിരിക്കുന്നു. ഗുരു പറയുകയാണ്, നമുക്കൊരു കാര്യം വ്യക്തമായിരിക്കുന്നു. എല്ലാ മതങ്ങളും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രയത്നം ചെയ്യുന്നത്. എല്ലാ മതങ്ങളും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയത്നം ചെയ്യുന്നു. അതിനാൽ ഇനി പറയുന്നതാണ് കാര്യം. ഇന്നേ വരെ ഒരിടത്തു നിന്നും നാം കേട്ടിട്ടില്ലാത്ത, ഇനി ഒരു പക്ഷേ ഒരിക്കലും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു വിളംബരം. അതിനാൽ എല്ലാവരും, എല്ലാ മതങ്ങളും സമബുദ്ധിയോടെയും സമഭക്തിയോടെയും പഠിക്കണം. ഇതാണത്. എല്ലാവരും, എല്ലാ മതങ്ങളും സമബുദ്ധിയോടെയും സമഭക്തിയോടെയും പഠിക്കണം. ഹിന്ദുക്കൾ ഖുർആൻ വായിക്കട്ടെ, മുസൽമാന്മാർ ഗീത വായിക്കട്ടെ, മറ്റുള്ളവർ ബൈബിൾ വായിക്കട്ടെ. അങ്ങനെ ബൈബിളും ഖുറാനും ഗീതയും വേദാന്തങ്ങളും എല്ലാവരും പരസ്പരം വായിച്ച് പഠിച്ച് എല്ലാ മതങ്ങളും എല്ലാവരും സമബുദ്ധിയോടെ, എൻ്റെ വേദം എന്ന ഒരു ചിന്തയില്ലാതെ, അവൻ്റെ വേദം എന്ന ഒരു ഭേദമില്ലാതെ എല്ലാവരും എല്ലാ വേദങ്ങളും ഒരുപോലെ വായിച്ച് പഠിച്ച് സമബുദ്ധിയോടെയും സമഭക്തിയോടെയും, അണ്ടർലൈൻ ചെയ്ത് പ്രത്യേകമായി ഊന്നി പറയുന്ന കാര്യം സമബുദ്ധിയോടെയും സമഭക്തിയോടെയും പഠിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പഠിക്കണം. എന്നിട്ട് ഗുരു പറഞ്ഞു, അതിനായി നാം ഒരു മതമഹാപാഠശാല പണിയാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിലേക്കായി 5 ലക്ഷം രൂപ ജനങ്ങളിൽ നിന്ന് നാം സ്വീകരിക്കും. ഒരു സ്കൂൾ ടീച്ചർക്ക് അന്ന് 5 രൂപയാണ് മാസശമ്പളം. അങ്ങനെയുള്ള കാലത്ത് ഗുരു പറയുന്നു, 5 ലക്ഷം രൂപ നാം സ്വരൂപിച്ച് മതമഹാപാഠശാല നാം സ്ഥാപിക്കും. ഇന്നും ഗുരുവിന്റെ സ്വപ്നമായിരിക്കുന്നു. ഇന്നും ഗുരുവിന്റെ സ്വപ്നമായിട്ടാണ് ഇരിക്കുന്നത്. ശിവഗിരിയിൽ പോലും മതമഹാപാഠശാല സ്ഥാപിക്കാൻ, ആ അർത്ഥത്തിൽ, ഗുരു പറഞ്ഞ അർത്ഥത്തിൽ സ്ഥാപിക്കാൻ ഇന്നും സാധിച്ചിട്ടില്ല എന്ന് അല്പം വിമർശനാത്മകമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗുരുവിന്റെ ആ സ്വപ്നമായിരിക്കുന്നു. ഞാൻ ഇന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്നേ വരെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഗുരു പറഞ്ഞ മതമഹാപാഠശാല അന്ന് സ്ഥാപിച്ചിരുന്നുവെങ്കിൽ, ഗുരുവിന്റെ സ്വപ്നം പോലെ എല്ലാ മതങ്ങളും എല്ലാവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നുവെങ്കിൽ, ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുമായിരുന്നില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജനം ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് കാണുന്ന വർഗീയ കലാപങ്ങൾ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല.
കാരണം ഹിന്ദു മതത്തെ പഠിക്കുന്ന മുസൽമാനും ഇസ്ലാം മതത്തെ പഠിക്കുന്ന ഹിന്ദുവും ഉണ്ടായിരുന്നുവെങ്കിൽ, എല്ലാവരുമല്ല, അങ്ങനെ 1% ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും വിഭജിതമാകുമായിരുന്നില്ല, ആ മുറിവുകൾ ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ ഭാരതം അഖണ്ഡ ഭാരതമായി ഇന്നും നിലനിൽക്കുമായിരുന്നു. ഒരു മഹാഗുരുവിന്റെ ദീർഘവീക്ഷണത്തിന് നാം വില കൽപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഇന്ന് നാം ഈ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് എന്ന് വേദനയോടെ ഞാൻ നിങ്ങളോട് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. മതമഹാപാഠശാല ഇനിയും നമുക്ക് വേണം. സമയം കഴിഞ്ഞിട്ടില്ല. നമുക്ക് വേണം എല്ലാ മതങ്ങളും പഠിക്കുന്ന ഒരു പാഠശാല. ഇസ്ലാം പഠിക്കുന്ന, ക്രിസ്തുമതം പഠിക്കുന്ന, ബുദ്ധമതം പഠിക്കുന്ന, ജൈനമതം പഠിക്കുന്ന, വേദാന്തങ്ങൾ പഠിക്കുന്ന, ചാർവാകന്റെ മതനിരാസം, ദൈവനിരാസം പഠിക്കുന്ന, എല്ലാ ദർശനങ്ങളും പഠിക്കുന്ന ഒരു മതമഹാപാഠശാല ഇനിയും ഭാരതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഗുരുവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇനിയും ആളുകൾ ഉയർന്നു വരേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കുന്നത്. ലോകത്തങ്ങനെ ഒരു പാഠശാലയില്ല. ലോകത്തങ്ങനെ ഒരു പാഠശാലയില്ല. അത് ഗുരുവിന്റെ സ്വപ്നങ്ങളിൽ മാത്രമായിരുന്നു. ഒരു മഹാഗുരു കണ്ട സ്വപ്നമാണത്. ഭാരതത്തിന്, ലോകത്തിന് സമ്മാനിച്ച, സമർപ്പിച്ച സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കേണ്ടത് നമ്മളാണല്ലോ അല്ലെങ്കിലും ഗുരുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തേണ്ടത്. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, ഗുരുവിനെ നാം ഒതുക്കി വെച്ചു, ഗുരുവിനെ നാം കുരുക്കി വെച്ചു, ഗുരുവിനെ നാം ഒരു കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിലാക്കി വെച്ചു. അങ്ങനെ ഗുരുവിനെ നാം നവോത്ഥാന നായകനാക്കി, സമുദായ ആചാര്യനാക്കി, ജാതി ഉച്ചാടനം ചെയ്ത വിപ്ലവകാരിയാക്കി, ഗുരുവിനെ നല്ലൊരു കവിയാക്കി, വൈദ്യനാക്കി, ഭക്തർക്കുള്ള പൂജാ വിഗ്രഹമാക്കി, കവലകളിലെ കാവൽക്കാരനാക്കി. ഗുരുവിനെ അങ്ങനെ എന്തെന്തൊക്കെ വിലാസങ്ങളാണ് നാം ചാർത്തിക്കൊടുത്തത്, എന്തെന്തൊക്കെ വിലാസങ്ങളാണ്. ഇതാണോ ഗുരു? ഇതായിരുന്നോ ഗുരു? നവോത്ഥാന നായകനാണോ? ആണ്. നവോത്ഥാന നായകനാണ് ഗുരു. പക്ഷേ അതാണോ ഗുരു? ജാതി ആചാര്യനാണോ? ഈഴവരുടെ നേതാവാണോ ഗുരു? അങ്ങനെയാണോ? മുസൽമാന്മാരുടെ നേതാവാണോ മുഹമ്മദ് നബി? ക്രിസ്ത്യാനികളുടെ നേതാവാണോ യേശു ക്രിസ്തു? ബുദ്ധമതത്തിന്റെ നേതാവാണോ ശ്രീബുദ്ധൻ? ആണോ? അല്ല. മുസൽമാന്മാരുടേതാണോ സൂര്യൻ? ഹിന്ദുക്കളുടേതാണോ ചന്ദ്രൻ? അല്ലല്ലോ. ഈ പ്രപഞ്ചത്തിൽ ആകമാനം വെളിച്ചം വിതറുന്ന സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ സകലർക്കും ഒരുപോലെ അവകാശപ്പെട്ട വെളിച്ചത്തിന്റെ പേരാണ് ശ്രീനാരായണ ഗുരു. അത് മുസൽമാന്റെ ഗുരുവാണ്, ഹിന്ദുവിന്റെ ഗുരുവാണ്, ക്രിസ്ത്യാനിയുടെ ഗുരുവാണ്, ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും ഗുരുവാണ്. ആ ഗുരുവിനെ ഒരു സമുദായത്തിന്റെ ആചാര്യനാക്കി വെക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ തിന്മയും തെറ്റും ക്രൂരതയും മാനവ സമൂഹത്തോട് മറ്റെന്താണുള്ളത്? മുസൽമാന്മാർ മുഹമ്മദ് നബിയെ തങ്ങളുടെ ആചാര്യനാക്കി വെക്കുന്നുവെങ്കിൽ ഈ ലോകത്തോട് അവർ ചെയ്യുന്ന കടുത്ത അനീതിയുടെ പേരല്ലേ അത്? ഗുരുക്കന്മാരും പ്രവാചകന്മാരും ലോകത്തിന് മൊത്തം അവകാശപ്പെട്ടതല്ലേ? എല്ലാവരുടേതുമല്ലേ? ജീവവായു പോലെ, സൂര്യവെളിച്ചം പോലെ, പൗർണമിയുടെ നിലാവ് പോലെ സകലർക്കും അവകാശപ്പെട്ട ആ മഹാജീവിതത്തെ ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് ഒളിപ്പിച്ചു വെക്കുന്നതിന് ഉള്ള ധാർമ്മികമായ ന്യായം എന്താണ്? ഇതാലോചിക്കേണ്ടതല്ലേ? ബുദ്ധനെ പോലെ, മുഹമ്മദിനെ പോലെ, ക്രിസ്തുവിനെ പോലെ കൊണ്ടാടപ്പെടേണ്ടുന്ന ലോകഗുരുവല്ലേ ശ്രീനാരായണ ഗുരു? ഗുരു നൽകിയ സന്ദേശങ്ങൾ ലോകോത്തരമല്ലേ? അത് കേരളീയർക്ക് മാത്രമുള്ളതാണോ? അത് ഭാരതീയർക്ക് മാത്രമുള്ളതാണോ? ലോകത്തിലെ സകല മനുഷ്യരും ഒരുപോലെ വായിക്കേണ്ടുന്നതല്ലേ ആത്മോപദേശ ശതകം? എല്ലാവരും ഒരുപോലെ ചൊല്ലേണ്ടതല്ലേ ദൈവദശകം? എല്ലാവരും പഠിക്കേണ്ടതല്ലേ ബ്രഹ്മവിദ്യാ പഞ്ചകം? എല്ലാവരും മനനം ചെയ്യേണ്ടതല്ലേ ദർശനമാല? ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ മാത്രമായി ഇങ്ങനെ ചുരുക്കി. ഇത് നമുക്ക് എത്ര പേർക്കറിയാം? ഗുരുവിനെ അറിയാത്ത, ശ്രീനാരായണ ഗുരുവിനെ അറിയാത്ത ശ്രീനാരായണീയരാണ് ഈ കാലത്തിന്റെ ദുഃഖം എന്ന് പറയുന്നത്. മുഹമ്മദിനെ അറിയാത്ത മുസ്ലിങ്ങൾ, ക്രിസ്തുവിനെ അറിയാത്ത ക്രിസ്ത്യാനികൾ, ബൈബിള് വായിക്കാത്ത ക്രൈസ്തവർ, ഖുർആൻ വായിക്കാത്ത മുസ്ലിങ്ങൾ, ദർശനമാലയും ആത്മോപദേശ ശതകവും വായിക്കാത്ത ശ്രീനാരായണീയർ ഈ സദസ്സിൽ അങ്ങനെ ആരുമില്ലെന്ന് ഞാൻ ആശിക്കട്ടെ. ഉണ്ടെങ്കിൽ അവർ ലജ്ജിക്കട്ടെ. കാരണം ഗുരുവിനെ കുറിച്ച്, ഗുരു എന്ന് പറയുന്നത് കേവലം ഭക്തിയുടെ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് കുമ്പളങ്ങ തരാനും, നെല്ലിക്ക തരാനും, വെള്ളരിക്ക തരാനും, പണം തരാനും, പദവി തരാനും, രോഗം മാറാനും മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, പൂജാ വിഗ്രഹമല്ല. അതിനപ്പുറത്ത് ഗുരുവിനോടുള്ള ഭക്തി വേണം. ഭക്തി എന്നാൽ പ്രണയമാണ്. ഭക്തി വേണം. ഭക്തിയെ നിരസിക്കരുത്, ഭക്തിയെ നിരാകരിക്കരുത്. പക്ഷേ ഭക്തി മാത്രം മതിയോ? ജ്ഞാനാധിഷ്ഠിതമായ ഭക്തിയാണ്. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും.
കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടേണം എന്ന് ഗുരു പറയുന്നത് അറിവിലുമേറിയ അറിവിനെ കുറിച്ചാണ്. അറിവില്ലാത്ത ഭക്തി അപകടമാണ്, അത് അന്ധമാണ്, അത് അബദ്ധങ്ങളിലേക്ക് മനുഷ്യനെ ചെന്നെത്തിക്കും. അറിവ് വേണം, ജ്ഞാനം വേണം. ഗുരുവിനെ ഗുരുവായി സ്വീകരിക്കാൻ ജ്ഞാനം വേണം. ഗുരുവിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ളത് എന്താണ്? ഗുരുവിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാനുള്ളത്? ദൈവമേ, ഭഗവാനെ, ഗുരോ മഹാഗുരോ, എൻ്റെ വീട്ടിൽ ഇന്ന് അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല, അതിനാൽ എനിക്ക് കുമ്പളങ്ങ തരണം, എനിക്ക് നെല്ലിക്ക തരണം, എൻ്റെ കാതിലണിയാൻ സ്വർണം തരണം, എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി തരണം, എൻ്റെ മക്കൾക്ക് വിസ നൽകണം. ഇതൊക്കെയാണ് നാം ഗുരുവിൻ്റെ പാദത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലത്. അതൊക്കെ പ്രാർത്ഥിച്ചോളൂ. പക്ഷേ അത് പ്രാർത്ഥിക്കാനാണോ ഗുരു നമ്മെ പഠിപ്പിച്ചത്? ഗുരു പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് ഉള്ള അനുകമ്പയും സദാ നൽകുകുള്ളിൽ കരുണാകര നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും. ഇതാണ് ഗുരു പഠിപ്പിച്ച പ്രാർത്ഥന. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ഇതൊരു പ്രാർത്ഥനയാണ്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങൾ. അങ്ങ് ഭഗവാനെ ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. ഇത് പ്രാർത്ഥനയുടെ ഒരു ഉഗ്രമായ രൂപമാണ്, ഉദാത്തമായ രൂപമാണ്. അതിലൊന്നും ചോദിക്കുന്നില്ല. ചോദിക്കുന്നത് എന്താണ്? ഭഗവാനെ ജയിക്കുക. ഭഗവാനോട് ജയിക്കാൻ പറയുകയാണ്. പ്രാർത്ഥന എന്താണ്? ഭഗവാനെ ജയിക്കുക. ഗുരുവിനെ ജയിപ്പിക്കലാണ് ഭക്തന്റെ ധർമ്മം. ഗുരുവിനെ ജയിപ്പിക്കലാണ്. എന്നാലോ നാം ഗുരുവിനെ നിരന്തരമായി തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഗുരുവിന്റെ സ്വപ്നങ്ങളെ തകർക്കുന്നു, ഗുരുവിന്റെ ദർശനങ്ങളെ അകറ്റുന്നു, ഗുരു പഠിപ്പിച്ചതൊക്കെയും മറക്കുന്നു, മറുവഴിയെ സഞ്ചരിക്കുന്നു, എന്നിട്ട് ഗുരുവിനെ വന്ന് പൂജിക്കുന്നു. ഇതെന്തൊരു ഭക്തിയാണ്? ഗുരു ഒരു വഴിക്ക്, നാം മറുവഴിക്ക്. എന്നിട്ട് നാം പറയുന്നു നാം ഗുരുവിന്റെ ഭക്തരാണെന്ന്, നാം ഗുരുവിനെ ആരാധിക്കുന്നുവെന്ന്, നാം ഗുരുവിനോട് ഭക്തി കാണിക്കുന്നുവെന്ന്, ഗുരു നമ്മുടെ സർവവുമാണെന്ന് അഭിമാനിക്കുന്നു. ഗുരുവിന്റെ വഴിയാണോ നാം? ഗുരുവിന്റെ വഴിയാണ് ആദ്യം സ്വീകരിക്കേണ്ടത്. ഗുരുവഴിയെ സഞ്ചരിക്കണം, ഗുരുമൊഴികൾ കേൾക്കണം, എന്നിട്ട് ഗുരുവിന്റെ ആളാണെന്ന് പറയണം. നാം മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. ഇതല്ലേ യഥാർത്ഥം? ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത്? ഗുരുവിന്റെ വഴിയും മൊഴിയും നമ്മുടെ ജീവിതമായി മാറുന്നത് എന്നാണോ, അന്നാണ് നാം ഗുരുവിന്റെ ആളായി തീരുന്നത് എന്നോർക്കണം. രണ്ടും രണ്ട് വഴിയിലേക്ക് പോവുകയാണ് നാം. എന്നിട്ട് ഗുരുവിന്റെ ആളായി തീരുക, ഗുരുവിനെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുക, ഗുരുവിനെ പരാജയപ്പെടുത്തുന്നിടത്ത് യഥാർത്ഥത്തിൽ നാം നിലകൊള്ളരുത്. ഭഗവാനെ ജയിക്കുക. ഞാൻ ഓർക്കുന്നത് ഗുരുവിൻ്റെ ഒരു സങ്കടമാണ്. ഗുരുവിനൊരു സങ്കടമുണ്ട്. ഗുരുവിന് പല സങ്കടങ്ങളുണ്ട്. ഗുരുവിന് സങ്കടമേ ഉള്ളൂ. ഇത് നാം അറിയണം. ഗുരുവിന് സങ്കടമേ ഉള്ളൂ. ഗുരുവിൻ്റെ ഒരു സങ്കടം ഞാൻ പറയാം. 10,000-കണക്കിന് വീടുകളിൽ ഗുരുവിൻ്റെ ഫോട്ടോ വെച്ച് പൂജിക്കുന്ന കാലം. ഗുരുവിൻ്റെ ഫോട്ടോയ്ക്ക് താഴെ വിളക്ക് വെച്ച് ഗുരുവിൻ്റെ ഫോട്ടോയ്ക്ക് മാല ചാർത്തി ഗുരുവിൻ്റെ മുന്നിൽ നമസ്കരിക്കുന്ന 10,000-ങ്ങളുള്ള കാലം. ഗുരു എല്ലായിടത്തും പൂജിക്കപ്പെടുന്ന കാലം. അക്കാലത്ത് ഒരിടത്ത് ശിവഗിരിയിൽ ഒരു സന്ധ്യാനേരത്ത് ഡോക്ടർ പൽപ്പുവിൻ്റെ മകൻ ഡോക്ടർ നടരാജൻ ഗുരുവിൻ്റെ സമീപത്തിരിക്കുന്നു. ഗുരുവിൻ്റെ സശിഷ്യൻ. ഗുരു അല്പനേരം നടരാജന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഗുരു ഇങ്ങനെ ചോദിച്ചു, തമ്പി എന്നാണ് നടരാജ ഗുരുവിനെ വിളിക്കാറുള്ളത്. തമ്പി ഗുരുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. തീക്ഷ്ണമായ നയനങ്ങൾ. ടാഗോർ പറഞ്ഞല്ലോ, അനന്തതയിലേക്ക് നീളുന്ന ദൃഷ്ടിയുള്ള ആ മഹാഗുരു തമ്പിയുടെ കണ്ണുകളിലേക്ക് നോക്കി. തമ്പിയുടെ കണ്ണുകൾ ഗുരുവിന്റെ കണ്ണുകളിൽ ഉടക്കി. എന്നിട്ട് ഗുരു പറഞ്ഞു ഗദ്ഗദത്തോടെ, നമുക്കാരുമില്ലല്ലോ തമ്പി. 10,000-കണക്കിന് വീടുകളിൽ ഗുരുവിന്റെ ഫോട്ടോ വെച്ച് പൂജിക്കുന്ന കാലമാണത്. ഗുരുവിന്റെ വിഗ്രഹം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന കാലമാണത്. ഗുരുവിന്റെ വാക്കുകൾ കേട്ട് എന്ത് ചെയ്യാനും തയ്യാറുള്ള ഭക്തജനങ്ങളുള്ള ഒരു കാലത്ത് ഗുരു നടരാജ ഗുരുവിനോട് ചോദിക്കുന്നത്, തമ്പി നമുക്കാരുമില്ലല്ലോ, തമ്പിയെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാകുമോ? ഈ ചോദ്യം കാലഘട്ടത്തോടുള്ള ചോദ്യമാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ ഭക്തന്റെയും നെഞ്ചത്ത് ചൂണ്ടി ഗുരു സങ്കടത്തോടെ ചോദിക്കുന്ന ചോദ്യമാണ്, നമുക്കാരുമില്ലല്ലോ, നീയെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാകുമോ? പൂജിക്കാനല്ല, മാല ചാർത്താനല്ല,
ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ വന്ന് പുഷ്പങ്ങൾ അർപ്പിക്കാനല്ല, ഗുരുവിന്റെ സന്ദേശം ഏറ്റുവാങ്ങാൻ തയ്യാറുണ്ടോ എന്നാണ് ഗുരു ചോദിക്കുന്നത്. ഈ സന്ദേശം ഏറ്റെടുക്കാൻ ഒരാളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തമ്പിയെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാകുമോ? നാം ഉണ്ട് ഗുരു, അങ്ങയുടെ കൂടെ നമ്മളുണ്ട്, എപ്പോഴുമുണ്ട്. അതാണ് ഗുരുവിന്റെ സമാധാനം. ഈ സമാധാനം പറയാൻ ആകുന്നുണ്ടോ എന്നാണ് ഓരോ ഭക്തനും ചിന്തിക്കേണ്ടത്. ഇതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്കാരുമില്ലല്ലോ എന്ന ഗുരുവിന്റെ വിലാപമുണ്ട്. ഓരോ ഗുരുവിനും ഒരു വിലാപമുണ്ട്. ഇത് മുഹമ്മദിന്റെ വിലാപമാണ്, ഇത് ക്രിസ്തുവിന്റെ വിലാപമാണ്. അവസാനത്തെ അത്താഴത്തിന്റെ രാത്രിയിൽ ക്രിസ്തു ഇങ്ങനെ വിലപിച്ചിരുന്നു. അവസാനത്തെ ഹജ്ജിന്റെ വേളയിൽ മുഹമ്മദ് വിലപിച്ചിരുന്നു. നമ്മുടെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ ആരുണ്ടെന്ന് വിലപിച്ചിരുന്നു. ഇങ്ങനെ വിലപിക്കാത്ത ഗുരുക്കന്മാരില്ല. അത് ഗുരുക്കന്മാരുടെ സങ്കടമാണ്. ഗുരുവിനെ പൂജിക്കുന്ന, ഗുരുവിനെ ഭക്തിയോടെ കാണുന്ന, ഗുരുവിനെ ആദരിക്കുന്ന, ആരാധിക്കുന്ന പതിനായിരങ്ങൾ ഉണ്ടാകുമ്പോഴും ഗുരുവിനെ ഗുരുവായി കാണുന്ന, ഗുരുവിൽ നിന്ന് ആ ജ്ഞാനം സ്വീകരിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന ഒരാളെ ഗുരു അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് നടരാജഗുരുവിനെ കണ്ടെത്തി. ഗുരു നിത്യ ചൈതന്യതിയെ കണ്ടെത്തി. ഗുരു നിത്യ ചൈതന്യതി മുനിനാരായണ പ്രസാദിനെ കണ്ടെത്തി. അതൊരു പരമ്പരയായി നിലനിൽക്കുന്നുണ്ട്. ഗുരുവിന്റെ വ്യത്യസ്തങ്ങളായ ധാരകളുണ്ട്. ആ ധാരകൾ ശിവഗിരി ഒരു ധാരയാണ്, SNDP മറ്റൊരു ധാരയാണ്, ഗുരുകുലം വേറൊരു ധാരയാണ്. ഈ ഓരോ ധാരകൾക്കും അതിൻ്റെതായ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. ഗുരുവിന്റെ പേരിലുള്ള സംഘടനകൾ വ്യത്യസ്തമായ വഴികളിലൂടെ ഒഴുകേണ്ടതല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ പോകേണ്ടവരല്ല. അവർ ഏറ്റുമുട്ടേണ്ടവരും പരസ്പരം മത്സരിക്കേണ്ടവരും തോൽപ്പിക്കേണ്ടവരും വിജയിക്കേണ്ടവരുമല്ല. ഒന്നൊന്നായി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടവരാണ്. ഒന്ന് ഗുരുവിന്റെ ജ്ഞാനമാർഗമാണ്, ഒന്ന് ഗുരുവിന്റെ കർമ്മമാർഗമാണ്, ഒന്ന് ഗുരുവിന്റെ സന്യാസ മാർഗമാണ്. ഈ മാർഗങ്ങളെല്ലാം ഒന്നിക്കണം. എന്തിനാണ് ശിവഗിരിയും SNDPയും തമ്മിൽ, SNDPയും ഗുരുകുലവും തമ്മിൽ, ഗുരുകുലവും സന്യാസിമാരും തമ്മിൽ? ഇത് ഗുരുവിന്റെ മാർഗമാണ്. ഗുരുവിന്റെ മാർഗത്തിൽ ജ്ഞാനത്തിന്റെ മാർഗം അത് സത്യമാണ്. ഗുരുവിന്റെ ജ്ഞാനമാർഗമുണ്ട്. അതാണ് നടരാജഗുരുവിന്റെ വഴി. അതാണ് ഗുരു നിത്യ ചൈതന്യതിയുടെ വഴി. എൻ്റെ വഴി അതാണ്. ഞാൻ ഖുർആൻ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഇന്ന് തയ്യാറാകുന്നത് നിത്യഗുരുവിന്റെ നിത്യ ചൈതന്യ യതിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഒരു കാലത്ത് പള്ളിയിൽ ഞാൻ ഖത്തീബായി, അവിടെയുള്ള ഇമാമായി ജോലി ചെയ്തുകൊണ്ടിരിക്കവേ ഞാൻ ഗുരുവിനെഴുതി, ഗുരു എനിക്ക് പല സംശയങ്ങളുമുണ്ട്. ഗുരു എന്നോട് പറഞ്ഞു, നീ ഖുർആൻ വായിക്കണം. 10-16 വർഷം ഖുർആൻ പഠിച്ച് അത് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴാണ് എന്നോട് നിത്യഗുരു കത്തെഴുതുന്നത്, നീ ഖുർആൻ പഠിക്കണം. ഞാൻ തിരിച്ചെഴുതി അല്പം അഹങ്കാരത്തോടെ, ഗുരു 16 വർഷം ഒരു ഉസ്താദിന്റെ കീഴിലിരുന്ന് ഖുർആൻ പഠിച്ചാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇനിയും ഞാൻ എങ്ങനെ ഖുർആൻ പഠിക്കണം? ഗുരു പറഞ്ഞു, നീ പഠിച്ചത് ഖുർആൻ ആയിരുന്നില്ല, ഒരു മതപുസ്തകമായിരുന്നു. ഇനി നീ ആത്മവേദം എന്ന നിലക്ക് ഖുർആൻ പഠിക്കണം. ഒരു വ്യത്യസ്തമായ ഡൈമെൻഷൻ, ഒരു വ്യത്യസ്തമായ വ്യൂ പോയിന്റ് എനിക്ക് കാണിച്ചു തരികയായിരുന്നു ഗുരു. നീ ഖുർആൻ വായിക്കണം. ഉള്ളിലേക്ക് അത് അമൃതായി ആഴ്ന്നിറങ്ങി. നിത്യചൈതന്യ ഗുരുവിനോട് ഞാൻ പറഞ്ഞു, ഗുരു എനിക്കിപ്പോൾ ഖുർആൻ മനസ്സിലാകുന്നുണ്ട്, ഖുർആനിന്റെ ആഴങ്ങളിലൂടെ ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്, അതിന്റെ പ്രണയം മനസ്സിലാകുന്നുണ്ട്, അതെന്റെ ഉള്ളിൽ കുളിര് തരുന്നുണ്ട്, അതിന്റെ ഉള്ളിൽ അഗ്നി നിറക്കുന്നുണ്ട്, അതെന്റെ ഉള്ളിൽ കൊടുങ്കാറ്റായി പടരുന്നുണ്ട്, അത് എന്നെ തന്നെ ഇളക്കുന്നുണ്ട്, ആകെ മാറ്റിമറിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു പറഞ്ഞു, ഇപ്പോൾ നീ ഖുർആൻ സ്പർശിച്ചിരിക്കുന്നു, നിന്നെ ഖുർആൻ സ്പർശിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഈ വായന തുടരുക. ആ വായനയിലൂടെയാണ് ഇന്ന് ഞാൻ ഖുർആൻ വ്യാഖ്യാനിക്കുന്ന ഒരിടത്തേക്ക് എത്തിയത്. എവിടെയെങ്കിലും എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിത്യ ചൈതന്യ ഗുരുവിന്റെ അന്നത്തെ ആഹ്വാനപ്രകാരമായിരുന്നു. അത് ശ്രീനാരായണ ഗുരുവിന്റെ വഴിയാണ്, അത് ജ്ഞാനത്തിന്റെ വഴിയാണ്. ഇത് ഗുരുവിന് മാത്രം കഴിയുന്ന വഴിയാണ്. അല്ലെങ്കിൽ നീ ആത്മോപദേശ ശതകം വായിക്കൂ. ഏതാണ്ട് 92 മുതൽ 99 ഗുരു സമാധിയാകുന്നത് വരെ നിത്യഗുരുവുമായുള്ള നിരന്തരമായ ബന്ധമുണ്ടായിരുന്നു എനിക്ക്. ആ ബന്ധത്തിനിടയിൽ എപ്പോഴെങ്കിലും നീ ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം വായിക്കണം, ശ്രീനാരായണ ഗുരു എഴുതിയ ദൈവദശകം വായിക്കണം, ശ്രീനാരായണ ഗുരുവിന്റെ ഇന്ന കൃതികൾ വായിക്കണം എന്നോട് നിത്യഗുരു ആവശ്യപ്പെട്ടിട്ടില്ല. എന്നോട് പറഞ്ഞു, നീ ഖുർആൻ വായിക്കണമെന്നായിരുന്നു. അതിലെല്ലാം ഉള്ളടങ്ങിയിരുന്നു. അതിലൂടെ ഞാൻ ഗുരുവിന്റെ കൃതികളിലേക്ക് എത്തി.
അങ്ങനെ ഞാൻ ഗുരുവിന്റെ കൃതികൾ വായിച്ചു. 64-ൽ പരം കൃതികൾ. അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഗുരു എഴുതി ഇന്ന് പ്രസിദ്ധീകരിച്ച് ഇന്ന് ലോകത്ത് ഗുരുവിൻ്റെതെന്നറിയപ്പെടുന്ന കൃതികളെല്ലാം ഒന്നിൽ കൂടുതൽ തവണ ആഴത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ആഴത്തിൽ വായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ശ്രീനാരായണീയനേക്കാളും ആധികാരികമായി എനിക്ക് ഗുരുവിനെ കുറിച്ച് പറയാൻ കഴിയുമെന്ന് അഭിമാനപൂർവ്വം ഞാൻ വിചാരിക്കുകയാണ്. അത് നിത്യചൈതന്യ ഗുരു എനിക്ക് നൽകിയ സംഭാവനയാണ്. അങ്ങനെയാണ് ഗുരുവിലേക്ക് നാം എത്തുന്നത്. നിന്റെ വേദം പഠിക്കുക എന്നാണ്, ആ വേദത്തിലൂടെ മുന്നേറുക എന്നാണ് ഗുരു പഠിപ്പിച്ചത്. ഇത് നാരായണ ഗുരുവിന്റെ വഴിയാണ്. എൻ്റെ വേദത്തിലോട്ട് വാ, എൻ്റെ പുസ്തകത്തിലോട്ട് വാ, എൻ്റെ മതത്തിലോട്ട് വാ, എൻ്റെ ആചാര്യനിലോട്ട് വാ എന്നല്ല. നിന്റെ ആചാര്യനെ ഒന്നുകൂടി അമർത്തിപ്പിടിക്കാൻ, മുഹമ്മദ് നബിയെ പ്രണയിക്കാൻ എന്നോട് ഗുരു പറഞ്ഞിട്ടുണ്ട്. റൂമിയെ വായിക്കണം. റൂമിയിലൂടെ മുഹമ്മദിനെ കണ്ടെത്തണം. അവിടെ നിനക്കൊരു പ്രണയമരത്തെ കണ്ടെത്താം, അവിടെ നിനക്കൊരു പ്രണയ പുഷ്പത്തെ കണ്ടെത്താം, അവിടെ നിനക്ക് പ്രണയ ഗന്ധം ആസ്വദിക്കാം. ഗുരു എന്നോട് പറഞ്ഞതാണ്. പ്രണയത്തെക്കുറിച്ച് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗുരു, അത് ശ്രീനാരായണ ഗുരുവിന്റെ വഴിയാണത്. അതുകൊണ്ടാണ് കരുണാവാൻ നബി മുത്തുരത്നത്തെക്കുറിച്ച്, പരമേശ പവിത്ര പുത്രനെ കുറിച്ച്, തേര് തളിക്കുന്ന സാരഥിയെക്കുറിച്ച്, അവധൂതന്മാരെ കുറിച്ച്, ഭാഷ്യകാരനെ കുറിച്ച് ഒക്കെ ഗുരു പറയുന്നത്. ഗുരു എല്ലാ ആചാര്യന്മാരും എല്ലാ ഗുരുക്കന്മാരും എല്ലാ ദർശനങ്ങളും ഗുരുവിൻ്റെതാണ് എന്നുള്ളത് കൊണ്ടാണ്. ഗുരുവിന് എതിർപക്ഷം ഉണ്ടായിരുന്നില്ല. ശ്രീനാരായണ ഗുരുവിന് എതിർപക്ഷം ഉണ്ടായിരുന്നില്ല. അന്യമതമുണ്ടായിരുന്നില്ല. അന്യമെന്ന ചൊല്ലലുണ്ടായിരുന്നില്ല. ഗുരുവിന് എല്ലാം തൻ്റെതായിരുന്നു. അങ്ങനെ സ്വീകരിക്കാൻ. അതുകൊണ്ടല്ലേ സിലോണിൽ ഗുരു പോയപ്പോ അവിടെ ഗുരുവിനെ ആദരിച്ചിരുന്ന, ഗുരുവിനെ ഭക്തിയോടെ കണ്ടിരുന്ന, ഗുരുവിനെ ഏറെ പരിചരിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേര് അബ്ദുൽ ഖാദർ എന്നായിരുന്നു. ഗുരുവിനോട് വല്ലാത്ത ഭക്തിയാണ്, പ്രണയമാണ്. അങ്ങനെ ഗുരുവിനോടുള്ള ആദരവ് കൂടിയപ്പോൾ ഗുരു നാട്ടിലായിരിക്കുന്ന ഒരു സമയത്ത് അബ്ദുൽ ഖാദർ ഹിന്ദുമതം സ്വീകരിച്ചു. പേര് മാറ്റി. ഹിന്ദുമതം സ്വീകരിച്ചു എന്നല്ല, അദ്ദേഹം സന്യാസം സ്വീകരിച്ചു. സ്കന്ദസ്വാമിയായി മാറി. പിന്നീട് ഒരിക്കൽ ഗുരു സിലോണിൽ ചെല്ലുകയാണ്. സിലോണിൽ ചെന്ന് ആളുകളൊക്കെ വരുന്നു, ഗുരുവിന്റെ പാദ നമസ്കാരം നടത്തുന്നു, ഗുരുവിനോട് പലതും പറയുന്നു, സങ്കടം പറയുന്നു. ഗുരു എല്ലാവരോടും പുഞ്ചിരിച്ചും മറുപടി പറഞ്ഞും കുറെ കഴിഞ്ഞ ആളുകളൊക്കെ പിരിഞ്ഞു പോയപ്പോൾ സ്കന്ദസ്വാമി അവിടെ ബാക്കിയായി. ഗുരുവിന്റെ ഒരു ശിഷ്യൻ പറഞ്ഞു, ഗുരു ഇദ്ദേഹത്തെ അറിയാമോ? ഗുരു പറഞ്ഞു, അറിയില്ലല്ലോ, ഇത് നമ്മുടെ സ്കന്ദസ്വാമിയാണ്. സ്കന്ദസ്വാമിയോ? നമുക്ക് അങ്ങനെ ഒരു പേര് പരിചയമില്ലല്ലോ. ഗുരുവിനെല്ലാം അറിയാം. അറിഞ്ഞുകൊണ്ട് ഗുരു പറയുകയാണ്. ഗുരുവിന്റെ ദൃഷ്ടിയിൽ ആരാണ് ഈ നിൽക്കുന്നതെന്ന് ഗുരുവിനെ നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെ ഗുരു പറയുന്നു, സ്കന്ദസ്വാമിയെ നമുക്കറിയില്ലല്ലോ. ഗുരു, ഇത് നമ്മുടെ അബ്ദുൽ ഖാദറാണ്. അദ്ദേഹം ഇപ്പോൾ സന്യാസം സ്വീകരിച്ച് സ്കന്ദസ്വാമിയായിരിക്കുന്നു. ഓ, നമുക്ക് അബ്ദുൽ ഖാദറിനെ അറിയാം, സ്കന്ദസ്വാമിയെ അറിയില്ല. അത് ഗുരുവിനോടുള്ള ഭക്തിയാലാണ്. എന്നോടുള്ള ഭക്തി അബ്ദുൽ ഖാദറായിട്ട് മതി, സ്കന്ദസ്വാമിയായിട്ട് വേണ്ട. പോയി കാഷായം മാറ്റി അബ്ദുൽ ഖാദറായി വരൂ. ഇതാണ് ഗുരു. എൻ്റെ മതത്തിലോട്ട് വാ, ഞാൻ മോക്ഷം തരാം. നിങ്ങളുടെ മതം മാറണം, നിങ്ങളുടെ ജാതി മാറണം, നിങ്ങളുടെ പേര് മാറണം, നിങ്ങളുടെ കുലം മാറണം, നിങ്ങളുടെ വിലാസം മാറണം. എന്നിട്ട് നിങ്ങൾ വരൂ, നിങ്ങൾക്ക് ഞാൻ മോക്ഷം തരാം, നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാം എന്ന് പറയുന്ന മതപ്രബോധനമല്ല. മറിച്ച് നീ നിന്റെ വേദം പഠിക്കണം, നീ നിന്റെ പ്രവാചകനിൽ ഉറച്ചു നിൽക്കണം, പ്രവാചകനെ ശക്തമായി ആലിംഗനം ചെയ്യണം, പ്രവാചകനെ പുണരണം, അവിടെ പ്രണയം കണ്ടെത്തണം എന്ന് പറയുന്ന ഒരു ഗുരുവുണ്ട്. ആ ഗുരുവിന്റെ പേര് ശ്രീനാരായണ ഗുരു എന്നാണ്. ആ ഗുരുവിന്റെ ശിഷ്യന്റെ പേര് ഗുരു നിത്യ ചൈതന്യേതി എന്നാണ്. ആ ഗുരുവിന്റെ പാതയുടെ പേര് ശ്രീനാരായണ വഴി എന്നാണ്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഇത് അബ്ദുൽ ഖാദർ മാത്രമല്ല, ആലുവ അദ്വൈതാശ്രമത്തിൽ ഒരു ചാക്കോ ഉണ്ടായിരുന്നു. ചാക്കോ മതം മാറി ഗുരുവിനോടുള്ള ഭക്തിയാൽ. എന്നിട്ട് നാരായണദാസായി മാറി. ഗുരു പറഞ്ഞു, നമ്മുടെ ദാസം വേണ്ട, നമുക്ക് ചാക്കോ മതി. അങ്ങനെ ഗുരു ഓരോരുത്തരെയും അവരവരുടെ ധർമ്മങ്ങളിൽ, ബൈബിളിൽ ഉറച്ചു നിൽക്കാൻ, ഖുറാനിൽ ഉറച്ചു നിൽക്കാൻ, അവനവന്റെ വേദങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ, പല മതസാരവും ഏകം എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഗുരു ഈ ലോകത്തെ മുഴുവനും ഒന്നായി കണ്ടു. അങ്ങനെയാണ് ഗുരു ഈ ലോകത്തെ ഒന്നിപ്പിക്കാൻ ആഗ്രഹിച്ചത്. അത് കേവലമായ പുറം മോടിയിലുള്ള ഒന്നിപ്പിക്കലല്ല, മറിച്ച് അഗാധമായ ഒന്നിപ്പിക്കലാണ്. അത് ഹൃദയത്തിൽ ഒന്നിപ്പിക്കലാണ്, ആത്മാവിൽ ഒന്നിപ്പിക്കലാണത്. അങ്ങനെ വരുമ്പോഴല്ലേ അത് സാധ്യമാകുള്ളൂ. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും,
നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് ഗുരു ചൊല്ലുന്നത് എല്ലാം ഒന്നാണ് എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ലോകത്തൊന്നുമില്ല. നീയും ഞാനും ഒക്കെ ഇരിക്കുന്നത് ആ ദൈവത്തിലാണ് എന്നുള്ളിടത്ത് എങ്ങനെയാണ് ഒരു മുസൽമാനെ, ഒരു ഹിന്ദുവിനെ, ഒരു ക്രിസ്ത്യനെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ, മതമുള്ളവനെ, മതമില്ലാത്തവനെ വെവ്വേറെയായി കാണുക സാധ്യമല്ലല്ലോ. അങ്ങനെ എല്ലാവരെയും ഒന്നായി കാണാൻ ഗുരു നമ്മെ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഠിപ്പിച്ചത്. അങ്ങനെയാണ് മാനവ സമൂഹത്തെ ഒന്നിപ്പിച്ചു നിർത്തിയത്. ഇതാണ് കാലം തേടുന്ന ദർശനം എന്ന് പറയുന്നത്. ഈ ദർശനം സമൂഹത്തിന്, ലോകത്തിന് നമുക്ക് നൽകാൻ സാധിക്കണം. ഇത് ലോകത്താകെ പടരണം. 100 വർഷമായി. 100 വർഷം എന്ന് പറയുന്നത് ചരിത്രത്തിൽ വലിയ ദീർഘിച്ച ഒരു കാലയളവൊന്നുമല്ല, ചെറിയ കാലയളവാണ്. ഇന്ന് ലോകം ഇത് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. കേരള ഗവൺമെന്റ് 100ാം വാർഷികത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ, അതിൻ്റെ അനുസ്മരണങ്ങൾ നടത്താൻ തീരുമാനിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷം. പക്ഷേ ഞാൻ പറയുന്നു, അങ്ങനെയല്ല. ഇത് എവിടെയൊക്കെ മലയാളികളുണ്ടോ, ഡൽഹിയിലും ബോംബെയിലും, ഡൽഹിയിലെ ഭാരവാഹികളൊക്കെ എവിടെയുണ്ട്, എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടങ്ങളിലൊക്കെ ലോകത്തിന് ഇതിലും മികച്ച ഒരു സമ്മാനം, ഇതിലും മികച്ച ഒരു സന്ദേശം, ഇതിലും മികച്ച ഒരു ദർശനം വേറെ നൽകാനില്ല. എല്ലാ മതങ്ങളും ഒരുപോലെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയത്നം ചെയ്യുന്നു. എല്ലാവരും ഒരുപോലെ സമബുദ്ധിയോടെയും സമഭക്തിയോടെയും എല്ലാ മതങ്ങളും പഠിക്കണം. മതമഹാപാഠശാല സ്ഥാപിക്കണം. ആ സ്വപ്നം നിറവേറ്റണം. അങ്ങനെയാണ് ഗുരുവിനോട് നാം നന്ദിയുള്ളവരാകേണ്ടത്. ഗുരുവിന്റെ കൃതികൾ പഠിച്ച് ഗുരുവിനോട് നന്ദിയുള്ളവരാകേണ്ടത്. ചുമരുകളിൽ സൂക്തങ്ങൾ എഴുതി വെച്ചുകൊണ്ടല്ല. ചുമരുകളിൽ സൂക്തം എഴുതി വെക്കുക, എവിടെ ശുചിത്വമുണ്ടോ അവിടെ ഈശ്വരനുണ്ട്, ഇതൊക്കെ നല്ലത്. ചുമരുകളിൽ നിന്ന് നമുക്കത് വായിക്കാം. പക്ഷേ ചുമരുകളിൽ എഴുതുന്നതിന് മുൻപേ നാം ഗുരുവിന്റെ സൂക്തങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളിൽ എഴുതി വെക്കണം, ആത്മാവിന്റെ ഭിത്തികളിൽ എഴുതി വെക്കണം. ഇവിടെ ഗുരുവിന്റെ പ്രതിഷ്ഠ നടത്തി, പഞ്ചലോഹ വിഗ്രഹം ഇവിടെയുണ്ട്. ഗുരുവിന്റെ പ്രതിഷ്ഠ നല്ലത്, ഗുരുവിനെ എപ്പോഴും കാണാം. പക്ഷേ നാം മണ്ഡപത്തിൽ ഗുരുവിന്റെ പ്രതിഷ്ഠ നടത്തുന്നതിന് മുൻപ് ഹൃദയത്തിൽ ഗുരുവിന്റെ പ്രതിഷ്ഠ നടത്തണം. ഗുരു അവിടെ ഇരുന്ന് ചിരിക്കണം, ഗുരു അവിടെ നിന്ന് പ്രകാശിക്കണം. അങ്ങനെ ഗുരുവിന്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിലൂടെ പുഷ്കലിതമാകണം. നമ്മുടെ ജീവിതം വസന്തപൂരിതമാകണം, സുഗന്ധമുള്ളതാകണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതമാകണം ഗുരുവിന്റെ സന്ദേശം എന്ന് പറയുന്നത്. എന്താണ് ആത്മോപദേശ ശതകം? അതെന്റെ ജീവിതമാണ്. അങ്ങനെയാകുമ്പോൾ ആനന്ദത്തിന്റെ, സുഖത്തിന്റെ, സന്തോഷത്തിന്റെ വഴി തേടി മനുഷ്യൻ സുഖത്തിന്റെയും ആനന്ദത്തിന്റെയും വഴിയെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. ആകപ്പാടെ നമുക്കുള്ള ആഗ്രഹം എന്താണ്? സമാധാനത്തോടെ ജീവിക്കണം. എന്തിനാണ് വലിയ വീട് വെക്കുന്നത്? എന്തിനാണ് ജോലി ചെയ്യുന്നത്? എന്തിനാണ് വിദേശത്തേക്ക് പോകുന്നത്, പ്രവാസിയാകുന്നത്? എന്തിനാണ് രാവ് മുതൽ പകൽ മുഴുവനും അധ്വാനിക്കുന്നത്? സമാധാനത്തോടെ ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ, അല്ലേ? മനുഷ്യന്റെ ആകെയുള്ള ആഗ്രഹം അതാണ്, സന്തോഷത്തോടെ ജീവിക്കണം. ഇതിന് ഗുരു നമുക്ക് വഴി പറഞ്ഞു തരുന്നുണ്ട്. എന്താണത്? സമാധാനത്തോടെ ജീവിക്കാനുള്ള വഴി. ഭൗതികമായ വിഭവങ്ങൾ ധാരാളം ഉണ്ടായാൽ സമാധാനം ഉണ്ടാകുമോ? സന്തോഷം ഉണ്ടാകുമോ? സൗകര്യങ്ങൾ ഉണ്ടാകും. സൗകര്യങ്ങൾ മനുഷ്യന് സമാധാനം തരുമെന്നുള്ളത് വെറുമൊരു ധാരണയാണ്. അത് മിഥ്യാധാരണയാണ്. സൗകര്യങ്ങൾ മനുഷ്യന് സമാധാനം തരില്ല. അത് നമ്മുടെ ജീവിതത്തെ അല്പം ലളിതമാക്കി തീർക്കും. ആയാസങ്ങളെ കല്ലിലിട്ട് അലക്കിയെടുത്ത് സ്വിച്ചിട്ടാൽ അലക്കുന്ന ഒരു മെഷീൻ വന്നാൽ അതല്പം സൗകര്യമാണ്, അത് സുഖമല്ല. അത് സൗകര്യമാണ്. അമ്മിയിൽ വെച്ച് അരച്ചിരുന്നിടത്ത് ഒരു സ്വിച്ചിട്ടാൽ അരച്ച് കിട്ടുന്നത് സൗകര്യമാണ്, സുഖമല്ല, ആനന്ദമല്ല. അതൊരു സൗകര്യമാണ്. സൗകര്യങ്ങളെ സുഖമെന്ന് തെറ്റിദ്ധരിക്കരുത്. സൗകര്യങ്ങൾ മാത്രമാണ്. സുഖം എന്താണ്? ആനന്ദം എന്താണ്? അത് മറ്റൊന്നാണ്. അത് ആത്മാവിൽ നിന്നുണ്ടാകേണ്ടതാണ്, ഉള്ളിൽ നിന്നുണ്ടാകേണ്ടതാണ്. നാം പുറമെയാണ് ആനന്ദം തേടുന്നത്. എവിടെ നിന്നൊക്കെയോ ആനന്ദം ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നാം പുറമെ നിന്ന് ആനന്ദം തേടുന്നു. അങ്ങനെയാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. അമ്പലത്തിൽ പോയാൽ സുഖം കിട്ടുമെന്ന് ചിലർ വിചാരിക്കുന്നു. പള്ളിയിൽ പോയാൽ സുഖം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ക്ഷേത്രത്തിൽ പോയാൽ സുഖം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ചർച്ചിൽ എങ്ങനെ ഓരോരുത്തരും പോകുന്നു, എന്നിട്ട് സുഖം കിട്ടുന്നുണ്ടോ? അവിടെ പോയാലും ദുഃഖമാണ്. കാരണം ഇതുള്ളത് ഉള്ളിലാണെന്നറിയുന്നില്ല. നിൽക്കുന്നിടത്താണ് കുഴിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഉള്ളിലാണുള്ളതെന്നറിയുന്നില്ല. കസ്തൂരിമാനുണ്ട് കാട്ടിൽ, കസ്തൂരിമാൻ. ഈ കസ്തൂരിമാനിൻ്റെ വിയർപ്പ് ഒരു ഘട്ടത്തിൽ കസ്തൂരിയായി രൂപപ്പെടും.
അങ്ങനെ കസ്തൂരിയായി രൂപപ്പെട്ട് അതിങ്ങനെ അതിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ തങ്ങി നിന്ന് അതിൽ നിന്ന് മാദകമായ ഗന്ധം പുറപ്പെടും. ഇങ്ങനെ അന്തരീക്ഷത്തിൽ ആ ഗന്ധം ഇങ്ങനെ അലകളായി വന്ന് മാദകമായ ഗന്ധം ആസ്വദിച്ച് ഈ കസ്തൂരിമാൻ തന്നെ ഈ ഗന്ധത്തിൻ്റെ ഉറവിടം തേടി ഓടും. ഓടി കാട് മുഴുവനും ഓടി, കാടായ കാടൊക്കെ ഓടി, ഇതിൻ്റെ ഗന്ധം ഓടുന്നിടത്തൊക്കെയും ഈ ഗന്ധമുണ്ട്. അങ്ങനെ ഓടി അവസാനം തളർന്നിരിക്കും. അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഈ കസ്തൂരിയെല്ലാം കൊഴിഞ്ഞു പോകും. അങ്ങനെ ഗന്ധമില്ലാതാകും. വീണ്ടും കസ്തൂരിമാൻ അതിൻ്റെ പാട്ടിന് പോകും. ഇതുപോലെ നമ്മിൽ തന്നെയാണ് ആ ഗന്ധമുള്ളതെന്ന്, നമ്മിലാണ് ആനന്ദമുള്ളതെന്ന്. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ ദൈവമേ, നീയല്ലോ മായയെ നീക്ക് സായുജ്യം നൽകുമാര്യനും എന്ന് പറഞ്ഞെടുത്ത് നീയാണത് തത്വമസി. 18-ാം പടി കയറി അയ്യപ്പനെ കാണാൻ പോകുന്ന സ്വാമി കാണുന്നത് തത്വം അസി എന്നാണ്. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ഗുരു പറയുന്നുണ്ട്, അത് നീയാകുന്നുവെന്ന്, അത് ഞാനാകുന്നുവെന്ന്. അനൽ ഹക്ക് എന്ന് സൂഫികൾ പറയും. അനൽ ഹക്ക്, ഞാനാകുന്നു ആ ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി എന്ന് പറയും. ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുകയാണ് ഗുരു. ഗുരു നമ്മെ വഴി കാണിക്കുന്നത് മറ്റൊരിടത്തേക്കല്ല, മറ്റൊരാളിലേക്കല്ല. ഗുരു ആത്മദർശനത്തിനുള്ള കണ്ണ് നൽകുകയാണ്. നമ്മുടെ കണ്ണ് ബാഹ്യദർശനമാണ്. മറ്റുള്ളവരിലേക്കാണ് നാം നോക്കുന്നത്, മറ്റുള്ളവരെയാണ് നാം കാണുന്നത്, ബാഹ്യലോകത്തെയാണ് നാം കണ്ടുകൊണ്ടേയിരിക്കുന്നത്, അതിനെയാണ് നാം വിലയിരുത്തുന്നത്. ഗുരുവാകട്ടെ ആത്മദർശനത്തിലേക്ക്, സ്വന്തത്തിലേക്ക്, ഉള്ളിലേക്ക് നോക്കാനുള്ള കണ്ണാണ് നൽകുന്നത്. ഉള്ളിലേക്ക് നോക്കാനുള്ള കണ്ണ്, അപ്പോഴാണ് ആനന്ദമുണ്ടാവുക. എന്നാൽ ഗുരുവിന് ഈ ആനന്ദമില്ല കേട്ടോ. ഇത് നമുക്ക് ആനന്ദത്തിന്റെ വഴി ഗുരു പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഗുരു ആ ആനന്ദം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഗുരു അത് പിന്നെയാട്ടെ എന്ന് പറയുന്നുണ്ട്. പിന്നെയാട്ടെ എന്ന് പറയുന്നുണ്ട്. നിലാവ് മാഞ്ഞു, നിലാവങ്ങ് മാഞ്ഞു, ദിനകരൻ ഉദയം ചെയ്തു. ഗുരു പറയുകയാണ്, ദിനകരൻ ഉദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു, അങ്ങനെ എല്ലാം എനിക്ക് സ്പഷ്ടമായി വെളിപ്പെട്ടു. അങ്ങനെ ഉള്ള ഒരു ആനന്ദമുണ്ട്. സത്യസാക്ഷാത്കാരത്തിൻ്റെ, സത്യദർശനത്തിൻ്റെ, ഈശ്വരൻ ഉള്ളിൽ തെളിഞ്ഞതിൻ്റെ ഒരാനന്ദം ഗുരു അനുഭവിക്കുന്നുണ്ട്. മുഹമ്മദ് നബി ഹിറാ ഗുഹയിൽ വെച്ച് അത് അനുഭവിച്ചിരുന്നു. യേശു മരുഭൂമിയിൽ വെച്ചത് അനുഭവിച്ചിരുന്നു. മോസസ് സീനായിൽ വെച്ചത് അനുഭവിച്ചിരുന്നു. ഈ അനുഭവമാണ് മരുത്വാമലയിൽ വെച്ച് ഗുരുവിനുണ്ടായത്. അതാണ് ഗുരു എഴുതിയത്. ദിനകരൻ ഉദയം ചെയ്തു, എനിക്ക് സൂര്യനെ പോലെ അത് അനുഭവിക്കാൻ സാധിച്ചു. ആ ആനന്ദത്തിന്റെ നിറവിൽ എനിക്കിങ്ങനെ ഇരിക്കാം ആനന്ദത്തിന്റെ നിറവിൽ. പക്ഷേ അത് പിന്നെയാട്ടെ, അത് പിന്നെയാട്ടെ. ഇവിടെ പുഴുക്കളെ പോലെ നുരച്ചും മതിരയത് കുടിച്ചും കഴിയുന്ന മനുഷ്യ മക്കൾക്ക് ആശ്വാസമേകാൻ, ഉത്തരോത്തിഷ്ടം അവർക്ക് നന്മയേകാനുള്ള സമയമായിരിക്കുന്നു എന്ന് ഗുരു എഴുതി. ഗുരുവ് ആനന്ദം വേണ്ടെന്ന് വെച്ചു. ആ ആനന്ദം വേണ്ടെന്ന് വെച്ചു. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. ഇത് മുഹമ്മദ് നബിയുടെയും മാർഗമാണ്. മുഹമ്മദ് നബി ഹിറാ ഗുഹയിൽ പോയി തപസ്സിരുന്നു. ഒടുവിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. നീ പ്രവാചകനാണെന്ന് വിളംബരപ്പെടുത്തി. ആ ഒരു ആനന്ദത്തിന്റെ നിറവിൽ ഇങ്ങനെ ഇരിക്കവേ വീണ്ടും മാലാഖ പറഞ്ഞു, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്തിർ വറുജ്സ ഫഹ്ജുർ വലാ തംനൻ തസ്തക്തിർ. അല്ലയോ മുഹമ്മദ്, ഈ ആനന്ദത്തിന്റെ നിറവിൽ നീ ഇങ്ങനെ ലഹരി ബാധിച്ചവനെ പോലെ ഇരിക്കുകയാണോ? ഈ പുതപ്പ് മാറ്റുക, ആനന്ദത്തിന്റെ പുതപ്പ് മാറ്റുക, ജനതകളിലേക്ക് ഇറങ്ങുക, പുഴുക്കളെ പോലെ നരകിക്കുന്ന അജ്ഞതയിൽ ആറാടി കഴിയുന്ന ആ മനുഷ്യ മക്കളെ ഉണർത്തുക, അവരെ ജാഗ്രത പഠിപ്പിക്കുക. ഉണരുക, ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ എന്ന് വാഗ്ബടാനന്ദ ഗുരു പറഞ്ഞില്ലേ? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ. അങ്ങനെ അഖിലേശനെ സ്മരിക്കാൻ മുഹമ്മദ് നബിയോട് ആഹ്വാനം ചെയ്തു. അങ്ങനെയാണ് മലയിറങ്ങി വരുന്നത്, അങ്ങനെയാണ് ജനങ്ങൾക്കിടയിലേക്ക് വരുന്നത്. അതാണ് ശ്രീനാരായണ ഗുരു ജനങ്ങൾക്കിടയിലേക്ക് വന്നത്. ആനന്ദത്തിന്റെ, ആത്മാനന്ദത്തിന്റെ നിറവിൽ ആ ലഹരിയിൽ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു ഗുരുവിന്. അത് പിന്നെയാട്ടെ എന്ന് വെച്ചു. എന്നിട്ട് നമുക്ക് ആനന്ദം നൽകാൻ പ്രയത്നിച്ചു. ഇതാണ് ഗുരു. സന്യാസത്തിന്റെ അന്ന് വരെയുള്ള എല്ലാ രൂപഭാവങ്ങളെയും ഗുരു തിരുത്തി. അന്ന് വരെ സന്യാസി എന്ന് പറഞ്ഞാൽ ആരാണ്? ഹിമാലയം കയറി ആത്മാനന്ദത്തിന്റെ നിറവിൽ ആരോടും ഒരു ബാധ്യതയുമില്ലാതെ ഇങ്ങനെ ഇരുന്ന് കുറേ കാലം, അങ്ങനെയാണല്ലോ. അത് സന്യാസമാണ്, അത് സന്യാസമാണ്. അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഗുരു ആ വഴി തിരഞ്ഞെടുത്തില്ല. കാരണം അതുകൊണ്ട് ലോകത്തിനൊരു ഒരു നേട്ടവും ഇല്ലല്ലോ. ഒരാളിങ്ങനെ സന്യസിച്ചു, ഒരു മലയുടെ മുകളിൽ പോയി 1000 വർഷം ഇരുന്നു, എന്നിട്ട് ഒരുപാട് ആനന്ദത്തിൽ, ആത്മാനന്ദത്തിൽ ആറാടി. അദ്ദേഹത്തിന് ആനന്ദം കിട്ടി, ലോകത്തിന് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. ശ്രീനാരായണ ഗുരുവോ ഇറങ്ങി വന്നു, താഴേക്ക് വന്നു, ഓരോരുത്തരെയും കണ്ടു. സമൂഹത്തെ മുഴുവൻ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു.
ബ്ലാക്ക് ഹോൾ എന്ന പോലെ എല്ലാവരെയും തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു, തന്നിലേക്ക് ആകർഷിച്ചു നിർത്തി. എന്നിട്ട് ഗുരു അവരെ ഇങ്ങനെ പരുവപ്പെടുത്തി വന്നു. അതാണ് ഗുരു. അങ്ങനെയാണ് സന്യാസത്തിന് ഗുരു ഒരു നിർവചനം നൽകിയിട്ടുണ്ട്. എന്താണെന്നറിയോ? സന്യാസത്തിന് ഗുരു നൽകിയ നിർവചനം അന്ന് വരെ ഭാരതം കേട്ടിട്ടില്ലാത്ത നിർവചനമാണ്, ലോകം കേട്ടിട്ടില്ലാത്ത നിർവചനമാണ്. പരോപകാരമാണ് സന്യാസം, പരോപകാരാർത്ഥം സന്യാസം. ഇങ്ങനെ ഒരു സന്യാസത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരുവരല്ലാതെ മറ്റാർക്ക് പറയാൻ പറ്റും? സന്യാസം എന്നാൽ എന്താണ്? അത് പരോപകാരം ചെയ്യലാണ്, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യലാണ് സന്യാസം. ഇത് വല്ലാത്തൊരു തിരുത്താണ്, ഒരു വിപ്ലവമാണ്. അത് അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ചതുപോലുള്ള വിപ്ലവമാണ്, അതിനേക്കാൾ ഉപരിയായ വിപ്ലവമാണ്. ഗുരുവിന്റെ വിപ്ലവമെല്ലാം അങ്ങനെയാണ്, തർക്കിക്കാനില്ല, ആരെയും തോൽപ്പിക്കാനുമല്ല. ഗുരുവിൻ്റെതായ വഴിയിലൂടെ മൗനമായി നിശബ്ദമായി സഞ്ചരിക്കും. ഇത് മാത്രമല്ല, സന്യാസത്തിൽ ഗുരു വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സന്യാസം നൽകുന്നിടത്ത് സന്യസ്ത നാമം സ്വീകരിക്കണം, കാഷായം കൊടുക്കണം, തലമുണ്ഡനം ചെയ്യണം. ഇത് ഭാരതീയ പാരമ്പര്യത്തിൽ ഇന്നേ വരെ നടന്നു വന്നിട്ടുള്ള ദശനാമി സമ്പ്രദായങ്ങളിൽ നടന്നു വന്നിട്ടുള്ള രീതിശാസ്ത്രമാണ്. അങ്ങനെയാണ് ഗുരു. പക്ഷേ ഗുരു ഒരു ദിവസം സന്യാസം നൽകുകയാണ്. ആർക്കാ സന്യാസം നൽകുന്നത്? ഏണസ്റ്റ് കിർക്ക് എന്ന് പറയുന്ന വെള്ളക്കാരൻ സായിപ്പിന് സന്യാസം നൽകുകയാണ്. എല്ലാവരും സന്യാസിമാരൊക്കെയും തലമുണ്ഡനം ചെയ്തു വന്നു, ഗുരുവിന്റെ മുമ്പിൽ വന്നു, സന്യസ്ത നാമം സ്വീകരിച്ചു. ഗുരു അവർക്ക് കാഷായം കൊടുത്തു, പാദനമസ്കാരം നടത്തി. എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഏണസ്റ്റ് കിർക്കിന്റെ കൂടം വന്നു. ഏണസ്റ്റ് കിർക്ക് വന്നു. ഗുരു തലേന്നേ പറഞ്ഞിട്ടുണ്ട് തലമുണ്ഡനം ചെയ്യരുത്, തലമുണ്ഡനം ചെയ്തിട്ടില്ല. ആ തലമുടിയോടെ വന്നു. അപ്പോൾ ശിഷ്യന്മാരൊക്കെ കൂടി കാഷായം കൊടുത്തു. ഇദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി ഗുരു പറഞ്ഞു, എൻ്റെ മുറിയിൽ ഞാൻ അവിടെ ഒരു പൊതി വെച്ചിട്ടുണ്ട്, ആ പൊതി എടുത്ത് വരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. ആ പൊതി തുറന്നപ്പോൾ എന്തൊക്കെയാണ്? അതിലൊരു ഷൂ ഉണ്ട്, അതിലൊരു കോട്ടുണ്ട്, അതിലൊരു പാൻ്റ് ഉണ്ട്, അതിലൊരു ടൈ ഉണ്ട്. ഇതാണ് ഗുരു കൊടുക്കുന്നത് സന്യസ്ത വസ്ത്രമായിട്ട്, സന്യാസ വസ്ത്രമായിട്ട്. അന്നേ വരെ ഭാരതം അത്ഭുതപ്പെടുകയാണ്, ഭാരതം അത്ഭുതപ്പെടുന്നു. അന്നേ വരെയുള്ള എല്ലാ രീതിശാസ്ത്രങ്ങളെയും അട്ടിമറിക്കുന്നു. വിളംബരമില്ല, പ്രഖ്യാപനമില്ല, വലിയ ഘോഷങ്ങളൊന്നുമില്ല. ഗുരു ഇത് വളരെ മൗനമായി നിശബ്ദമായി ഒരു ചെറു പുഞ്ചിരിയോടെ ഗുരു ഇത് സമ്മാനിക്കുന്നു. ഏണസ്റ്റ് കിർക്ക് അത് സ്വീകരിക്കുന്നു. ഇനി നമ്മുടെ നാമമോ, അത് താങ്കളുടെ നാമത്തിന്റെ കൂടെ സ്വാമി എന്ന് എഴുതിയാൽ മതി, സ്വാമി ഏണസ്റ്റ് കിർക്ക്. ഇതാണ് സന്യസ്ത നാമം. ഇതെന്തൊരു അത്ഭുതമാണ്! ഇത് ഗുരുവിന്റെ പരമ്പരയിൽ പിന്നെയും ഉണ്ടായി. സ്വാമി ജോൺ തീർത്ഥരും അങ്ങനെയാണ്, ഗുരുവിന്റെ ശിഷ്യനാണ്. പക്ഷെ ക്രിസ്തുമതം സ്വീകരിക്കുന്നതിൽ അദ്ദേഹത്തിന് യാതൊന്നും തടസ്സമായില്ല. ക്രിസ്തുമതം സ്വീകരിച്ചു, അപ്പുറം പോയി. ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷവും അദ്ദേഹത്തിന്റെ മുറിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതിന്റെ മുന്നിൽ നിറകണ്ണുകളോടെ ഇരിക്കും സ്വാമി ജോൺ തീർത്ഥർ. അങ്ങനെ ഇരിക്കുന്നത് ഒരു ദിവസം അച്ഛൻ കണ്ടപ്പോൾ, പാതിരി കണ്ടപ്പോൾ പറഞ്ഞു, അല്ല, അങ്ങ് ക്രിസ്തുമതം സ്വീകരിച്ച് യേശുവിന്റെ വഴി തെരഞ്ഞെടുത്തില്ലേ? അപ്പൊ ജോൺ തീർത്ഥസ്വാമി പറഞ്ഞത്, ഞാൻ മതമേ മാറിയിട്ടുള്ളൂ, ഗുരുവിനെ മാറിയിട്ടില്ല. ഗുരു എനിക്ക് എപ്പോഴും ശ്രീനാരായണ ഗുരുവാണ്. അങ്ങനെ ഗുരുവിനെ ഗുരുവായി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഒരു തടസ്സമില്ല, ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. ഗുരുവിനും തടസ്സമുണ്ടായിരുന്നില്ലല്ലോ. ഗുരു ക്രിസ്ത്യാനിയല്ലേ, ശ്രീനാരായണ ഗുരു ക്രിസ്ത്യാനിയല്ലേ? ഗുരു തന്നെ പറയുന്നുണ്ടത്. ഒരിക്കലൊരു പാതിരി വന്നു ഗുരുവിനെ മതം മാറ്റാൻ. ഒരു കൂട്ടം ആളുകളുണ്ട് കൂടെ. ഗുരുവിനോട് ഇങ്ങനെ ബൈബിളിനെ കുറിച്ച് പറഞ്ഞു, യേശുവിന്റെ അധ്യാപനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഗുരു എല്ലാം ചെറു പുഞ്ചിരിയോടെ കേട്ടിരുന്നു. ദീർഘനേരം പറഞ്ഞു, എല്ലാം ചെറു പുഞ്ചിരിയോടെ കേട്ടിരുന്നു. എന്നിട്ട് ഈ പാതിരി പറഞ്ഞു, ഗുരു അങ്ങ് ഈ മതത്തിലോട്ട് വരണം, ഈ യേശുവിന്റെ വഴി സ്വീകരിക്കണം. ഗുരു ചോദിച്ചു, താങ്കൾക്കിപ്പോൾ എത്ര വയസ്സായി? നമുക്ക് 30 വയസ്സായി. ഓ, നമുക്ക് 60. താങ്കളെക്കാൾ 30 വർഷങ്ങൾക്ക് മുമ്പേ നാം ക്രിസ്ത്യാനിയാണല്ലോ എന്ന് ഗുരു പറഞ്ഞു. ഇതോടുകൂടി ഗുരു ക്രിസ്ത്യനാണ്. കരുണാവാൻ നബി മുത്ത് രത്നത്തിന്റെ മാർഗത്തിലാണ് ഗുരു മുസൽമാനാണ്. ഇങ്ങനെ ഗുരു എല്ലാ മതത്തിന്റെയും എല്ലാ ദർശനങ്ങളുടെയും എല്ലാ ആചാര്യന്മാരുടെയും ആളാണ്. അതാണ് ഗുരു. ഈ വഴി നമുക്ക് കാണാം. സന്യാസത്തെ മാറ്റിമറിച്ച ഗുരുവിന്റെ വിപ്ലവം. അത് നടരാജഗുരുവിന്റെ പിൻഗാമികളായിട്ട് ഗുരു 4 ആളുകളുടെ പേരെഴുതി വെച്ചു. ആരൊക്കെയാണെന്നറിയാമോ? ഒന്നാമൻ ജോൺ സ്പിയേഴ്സ് എന്ന വെള്ളക്കാരൻ. ജോൺ സ്പിയേഴ്സ് നടരാജഗുരുവിന്റെ പിൻഗാമിയായി നാരായണ ഗുരുകുലത്തെ നയിക്കേണ്ടുന്ന ഒന്നാമന്റെ പേര് ജോൺ സ്പിയേഴ്സ് എന്നാണ്. രണ്ടാമത്തെ ആളുടെ പേരാണ് മംഗളാനന്ദ സ്വാമി.
മൂന്നാമത്തെയാളുടെ പേര് ഗുരു നിത്യ ചൈതന്യേതി. നാലാമത്തെയാളുടെ പേരാണ് മുനിനാരായണ പ്രസാദ്. ഒന്നാമത്തെയാളുടെ പേര് ജോൺ സ്പിയേഴ്സ്. ഇത് ശ്രീനാരായണ ഗുരുവിന്റെ വഴിയാണ്. ജോൺ സ്പിയേഴ്സ് പിന്നീട് ഗുരുകുലം വിട്ടുപോയതിനാൽ അദ്ദേഹത്തിന് അത് അലങ്കരിക്കാൻ കഴിഞ്ഞില്ല. മംഗളാനന്ദ സ്വാമി സമാധിയായി പോയി, ഗുരു ഇരിക്കെ തന്നെ, അതുകൊണ്ട് അദ്ദേഹത്തിനും കഴിഞ്ഞില്ല. പിന്നീട് നടരാജഗുരുവിന്റെ പിൻഗാമിയായി വന്നത് ഗുരു നിത്യ ചൈതന്യതിയാണ്. ഇത് നമുക്ക് കാണാം, ഗുരുവിന്റെ വഴിയിൽ കാണാം. സന്യാസത്തിന് മറ്റൊരർത്ഥം നൽകിയ, സന്യാസത്തിന് പുനർനിർവചനം നൽകിയ, സന്യാസത്തിന് പുതിയ രൂപഭാവങ്ങൾ നൽകിയ ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരു. സന്യാസി എന്നാൽ മല കയറേണ്ടവനല്ല, സന്യാസി എന്നാൽ ഇറങ്ങി വരേണ്ടവനാണെന്ന്. സന്യാസി എന്നാൽ ഒറ്റക്കൊരിടത്ത് പോയി ഇരിക്കേണ്ടവനല്ല, സന്യാസി എന്നാൽ കൂട്ടത്തിലിരിക്കേണ്ടവനാണെന്ന് പഠിപ്പിച്ചു. ആരാധനകളിൽ വ്യത്യാസം വരുത്തിയില്ലേ? ശാരദയെ പ്രതിഷ്ഠിച്ചെന്ന് പറഞ്ഞു, നമ്മുടെ ശാരദയ്ക്ക് വെള്ളവും പൂവും മതിയെന്ന് പറഞ്ഞു. നെയ്യഭിഷേകം നടത്തുന്ന, തുലാഭാരം നടത്തുന്ന, കദളിക്കുല കൊണ്ടുപോയി സമർപ്പിക്കുന്ന, ഒരുപാട് ചെലവുകളുള്ള വഴിപാടുകളുടെയും ആചാരങ്ങളുടെയും ഇടയിൽ നമ്മുടെ ശാരദയ്ക്ക് വെള്ളവും പൂവും മതി എന്ന് പറഞ്ഞ ഗുരു ആരാധനകൾക്ക് പുതിയൊരു ഭാവം നൽകുകയാണ്. ഇപ്പോഴും അവിടെ പ്രസാദം നൽകുന്നത് പേനയാണ്. പേന പ്രസാദം നൽകുന്ന ഒരുപക്ഷെ ലോകത്തിലെ ഏക ക്ഷേത്രം ശിവഗിരിയിലെ ശാരദാ ക്ഷേത്രമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിവിന്റെ പ്രസാദമാണത്. അറിവാണ് ഗുരുവിന്റെ ആയുധം. അറിവെന്നൊരു കൃതി തന്നെയുണ്ട് ഗുരുവിന്. അറിവിനേക്കാൾ മറ്റൊന്നില്ല. അറിവിലുമേറിയ അറിവാണ് ഗുരു എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളോ അറിവിനെ മാറ്റിവെച്ച് മുന്നോട്ട് പോകാൻ എങ്ങനെ സാധിക്കുമെന്ന ഗവേഷണത്തിലാണ്. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഗുരുവിൻ്റെ പ്രതിഷ്ഠ നടത്തിയ, ഗുരുവിൻ്റെ പേരിലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് വെച്ച്, ആ തിരുമുമ്പിൽ വെച്ച് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഗുരുകൃതികൾ പഠിക്കണം എന്നുള്ളതാണ്. ശ്രീനാരായണീയരാകണമെങ്കിൽ, ഗുരുവായി തീരണമെങ്കിൽ ഗുരുവിൽ നിന്ന് നിങ്ങൾ ജ്ഞാനം സ്വീകരിക്കണം എന്നുള്ളതാണ്. ഗുരുകൃതികളിലൂടെ സഞ്ചരിക്കണം. അർത്ഥമറിയാതെ ദൈവദശകം ചൊല്ലലല്ല. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കിൽ നീ എന്ന് ഗുരു നമ്മോട് പറഞ്ഞ ആനന്ദത്തിന്റെ, ജ്ഞാനത്തിന്റെ, നീ സത്യം ജ്ഞാനം ആനന്ദം, ഇതാണ് വഴി. സത്യത്തിന്റെ, ജ്ഞാനത്തിന്റെ, ആനന്ദത്തിന്റെ വഴിയാണത്. ദൈവത്തെ അങ്ങനെ അറിയാനൊക്കുള്ളൂ. ആനുഭൂതികമായി ഗുരു ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തിയില്ല, മറിച്ച് ദൈവത്തെ നമുക്ക് അനുഭവിപ്പിക്കാനാണ് ഗുരു ശ്രമിക്കുന്നത്, ആത്മസഹോദരരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ അറിവിനപ്പുറത്തുള്ള ആനുഭൂതികമായ തലത്തിലേക്ക് പോകണം. അതിന് ഗുരുവിന്റെ കൃതികളിലൂടെ സഞ്ചരിക്കണം. ആത്മോപദേശ ശതകം ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, പരസ്പരം തമ്മിലടിപ്പിച്ച് മനുഷ്യരെ ശത്രുക്കളാക്കുന്ന നമ്മുടെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരാരെങ്കിലും ആത്മോപദേശ ശതകം ഒരു വേള വായിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അത്രമേൽ ഗഹനമാണ്, അത്രമേൽ ഗംഭീരമാണ്, അത്രമേൽ ആഴമുള്ളതാണ് ആത്മോപദേശ ശതകം. അതിലെല്ലാം ഉണ്ട്. മനുഷ്യൻ ആവശ്യമായത് എന്തൊക്കെയുണ്ടോ അതെല്ലാം അതിലുണ്ട്. അതിൽ ധർമ്മമുണ്ട്, ശാസ്ത്രമുണ്ട്, അതിൽ കർമ്മമുണ്ട്, ആധ്യാത്മികതയുണ്ട്. അതിലില്ലാത്തത് എന്താണ്? ഒരു മനുഷ്യൻ ആവശ്യമായതെല്ലാം ആ 100 ശ്ലോകങ്ങളിൽ ഗുരു എന്നിട്ട് അവസാനം പറയുന്നു, മൃദുവായി അമർന്നിടണം. അങ്ങനെ മൃദുവായി അമർന്നിടാൻ ഗുരുവിന്റെ വാക്കുകൾ ആത്മോപദേശ ശതകം വായിക്കുമ്പോഴറിയാം. ഓരോ ശ്ലോകത്തിന്റെയും അവസാനം ഗുരു അറിയും, തിരഞ്ഞു തേറിടണം, അറിയണം, അമർന്നിടണം. ഇങ്ങനെ മനുഷ്യനോടുള്ള കൽപ്പനകളാണത്, ആത്മാവിനോടുള്ള, സ്വന്തത്തോടുള്ള ഉപദേശം. ഇങ്ങനെ ഗുരുവിന്റെ കൃതികളിലൂടെ സഞ്ചരിച്ച് ഗുരുവിൽ നിന്ന് നാം ജ്ഞാനം സ്വീകരിച്ച് ഗുരുവിന്റെ ദർശനങ്ങളുടെ, ഗുരുവിന്റെ കൃതികളുടെ, ഗുരുവിന്റെ കാഴ്ചപ്പാടുകളുടെ, അധ്യാപനങ്ങളുടെ ജീവിക്കുന്ന സാക്ഷികളായി നമുക്ക് മാറാൻ കഴിയണം. ഗുരുവിന് സാക്ഷിയാകണം. അപ്പോഴാണ് നാം ഭഗവാനെ ജയിക്കുക എന്ന് പറയുന്നവരായിത്തീരുന്നത്. ഭഗവാനെ ജയിക്കുക ചിദാനന്ദ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദയാസിന്ധോ ജയിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഗുരുവിനെ നാം ജയിപ്പിക്കുമ്പോഴാണ്. ഗുരുവിനെ ജയിപ്പിക്കുന്നവരായി നാം അറിയണം. ജയ പാടണം, നാം ജയ പാടണം ഗുരുവിന്. അത് നാവ് കൊണ്ടുള്ള ജയ പാടലല്ല, മറിച്ച് ജീവിതം കൊണ്ട് നമ്മുടെ വീടകങ്ങളിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പഠിപ്പിക്കണം. യഥാർത്ഥത്തിൽ നമുക്ക് ഗുരുവിനോടുള്ള നമ്മുടെ ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ, ഓരോരുത്തരും നമ്മൾ അറിയേണ്ടത് ഗുരുവിനോടുള്ള നമ്മുടെ ബന്ധം അളക്കലാണ്. എങ്ങനെയാണ് ഗുരുവിനോടുള്ള ബന്ധം അളക്കേണ്ടത്? അത് ഗുരുവും നമ്മളും തമ്മിൽ എത്രത്തോളം ജ്ഞാനപരമായി അടുത്തു നിൽക്കുന്നു എന്നത് സംബന്ധമായിട്ടാണ്.
എന്താണ് അവിടെ? ആണോ? ഓ, ഗാനമേളക്കാരുടെ വണ്ടി വന്നു എന്ന് വെച്ചാൽ താങ്കളുടേത് നിർത്താൻ സമയമായിരിക്കും എന്നാണോ? അല്ല, ശരി. അപ്പൊ ഞാൻ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ്: ഗുരുവിന്റെ കൃതികളിലൂടെ യാത്ര ചെയ്യണം. നമ്മുടെ വീടകങ്ങളിൽ മക്കളെയൊക്കെ ഒന്ന് വിളിച്ചിരുത്തി, കൊച്ചുമക്കളെയും പിന്നെ മരുമക്കളെയും എല്ലാവരെയും ഒന്ന് വിളിച്ചിരുത്തി. മരുമക്കളെയൊക്കെ വിളിക്കണമെങ്കിൽ അതിനും വേണം കേട്ടോ, നമുക്കൊരു ഒരു വിശാലത വേണം. മരുമക്കളെ മക്കളായി കാണാൻ, ഭർത്തൃപിതാവിനെയും ഭർത്തൃമാതാവിനെയും സ്വന്തം മാതാക്കളും പിതാക്കളുമായി കാണാനുള്ള, അങ്ങനെയാണല്ലോ ഗുരുവിന്റെ സന്ദേശങ്ങൾ നാം പഠിക്കുമ്പോഴേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ ഉൾക്കൊള്ളലല്ല, വീട്ടിലുള്ളവരെ ഉൾക്കൊള്ളൽ കൂടിയാണ്. പലപ്പോഴും നമ്മളൊക്കെ ഇത് വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലൊന്നും ബാധകമല്ലെന്നാണ്. മരുമക്കൾ പുറത്താണ് എപ്പോഴും, അല്ലെങ്കിൽ അമ്മായിയമ്മയും അമ്മായിയച്ഛനും പുറത്താണ് എപ്പോഴും. ഇങ്ങനെ വീട്ടിലുള്ളവരെ പുറത്താക്കിയിട്ട് നാട്ടുകാരെ അകത്താക്കിയിട്ട് കാര്യമില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളിടത്ത് നമ്മുടെ വീട്ടിനകത്ത് നിന്ന് തുടങ്ങണം. ഇത് പലപ്പോഴും വലിയ വൈരുദ്ധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ശ്രീനാരായണ ഗുരു പറഞ്ഞത് നാട് നന്നാക്കാനല്ല, വീട് നന്നാക്കാൻ കൂടിയാണ്. നമ്മുടെ ഉള്ളം നന്നാക്കാനാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ആത്മാവിന്റെ ശുദ്ധീകരണത്തിലൂടെ മാത്രമാണ്. ദൈവം എവിടേക്ക് നോക്കുമെന്നാണ് മുഹമ്മദ് നബി പറയുന്നുണ്ട്: ലാ യൻദുറുല്ലാഹു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുബരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ദൈവം നോക്കുന്നത് നിങ്ങളുടെ വസ്ത്രത്തിലേക്കല്ല, നിങ്ങളുടെ ഹാവഭാവാദികളിലേക്കല്ല. ഇന്ന് മതമെന്നൊക്കെ പറയുന്നത് ഹാവഭാവാദികളുടെ, പുറമെ കാണുന്ന അടയാളങ്ങളുടെ പേരാണ് മതമെന്ന് പറയുന്നത്. നിങ്ങൾ ഏത് വസ്ത്രമാണ് ധരിച്ചത്, നിങ്ങളുടെ നെറ്റിയിൽ നിസ്കാരത്തഴമ്പുണ്ടോ, സിന്ദൂരമുണ്ടോ, കുറിയുണ്ടോ, ചന്ദനച്ചാർത്തുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. നിങ്ങൾ കൊന്തയാണോ അണിഞ്ഞിരിക്കുന്നത്, കുരിശാണോ അണിഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ലോഹയാണോ ധരിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് നോക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ബാഹ്യമായ അടയാളങ്ങളിൽ മതങ്ങളെ പ്രതിഷ്ഠിക്കുന്നതിൽ നിന്ന് മാറി ഗുരു നമ്മുടെ ആത്മാവിലാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഉള്ളിലാണ് പ്രതിഷ്ഠിക്കേണ്ടത്. അവിടെയാണ് ഇരിക്കുന്നത് ഈശ്വരൻ. അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്നുള്ളൂര് പറഞ്ഞതുപോലെ, അടുത്ത് നിൽക്കുന്ന, സ്വന്തം വീട്ടിനകത്ത് നിൽക്കുന്ന മരുമകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അമ്മായി അമ്മക്ക് എങ്ങനെയാണ് ഗുരുവിനെ ഉൾക്കൊള്ളാൻ കഴിയുക? ഇത് പഠിക്കേണ്ട കാര്യമല്ലേ? അമ്മായിയമ്മമാരെന്നോട് ദേഷ്യം തോന്നരുത്, നിങ്ങളും ഒരു കാലത്ത് മരുമോളായിരുന്നു എന്ന കാര്യം മറന്നു പോകരുത്. ഇങ്ങനെ സ്വന്തത്തെ വീട്ടിനകത്ത് നിന്ന് തുടങ്ങണം നമ്മൾ. അടുത്ത് നിൽക്കുന്ന അനുജനെ കാണാൻ, അടുത്ത് നിൽക്കുന്ന സഹോദരനെ കാണാൻ, അടുത്ത് നിൽക്കുന്ന സഹോദരിയെ കാണാൻ. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരനും സുഖത്തിനായി വരണമെന്ന് പറയുന്നത്, ഇവിടെ അപരൻ എന്ന് പറയുന്നത് മരുമകളാണ്. ഇത് ഓർക്കണം. അപരൻ എന്ന് പറയുന്നത് മരുമകളാണ്, അമ്മായിയമ്മയാണ്, ഭർത്താവിന്റെ അമ്മയാണ്. ഭർത്തൃമാതാവിനെ സ്വന്തം മാതാവായി കാണുന്ന മരുമകളാണ് ഗുരുവിന്റെ ആളെന്ന് പറയുന്നത്. ഭർത്തൃമാതാവിനെ പൂജിക്കുന്നിടത്ത്, ഭർത്തൃമാതാവിന്റെ കാല് തൊട്ട് വന്ദിക്കുന്നിടത്ത്, മരുമകളെ മകളായി കാണുന്നിടത്ത്, മരുമകൾ തന്റെ മകളാണെന്ന് ബോധിക്കാനുള്ളതല്ല ഗുരുവിന്റെ ദർശനങ്ങൾ എന്ന് പറയുന്നത്. ഗുരുവിനെ ചുമരിൽ കയറ്റുകയും ഹൃദയത്തിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്ത ആളുകളായിട്ട് നമ്മൾ മാറരുത്. അകത്താണ് വേണ്ടത്. മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്കുക എന്നൊരു മാപ്പിളപ്പാട്ടുണ്ട്. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി എന്ന് പറയുന്ന പാട്ടിൽ ഒരിടത്ത് പറയുന്നുണ്ട്: മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക്, അതിലാദ്യം നിസ്കാര പായ വിരിക്ക്, അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്. അങ്ങനെയാണ് മനസ്സിനകത്തൊരു പ്രതിഷ്ഠ നടത്തണം. മനസ്സിനകത്തൊരു ഫോട്ടോ തൂക്കണം, മനസ്സിനകത്ത് കൃതികൾ വെക്കണം, എന്നിട്ട് അവിടെ പൂജ നടത്തണം. അങ്ങനെ സ്വന്തം മരുമകളെ ചേർത്ത് പിടിക്കുന്ന, സ്വന്തം ഭർത്തൃമാതാവിനെ ചേർത്ത് പിടിക്കുന്ന, ഭർത്തൃപിതാവിനെ ചേർത്ത് പിടിക്കുന്ന, സ്വന്തം അമ്മയെ ചേർത്ത് പിടിക്കുന്ന, സ്വന്തം ആങ്ങളയെ പെങ്ങളെ ചേർത്ത് പിടിക്കുന്ന, സ്വന്തം സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരത്തിലൂടെ വേണം നാട്ടിലേക്ക് ഗുരുവിനെ പകർത്തിവിടാൻ. അമ്മമാര് ഭാരമായി തീരുന്ന ഒരു കാലമാണിത്. അമ്മമാര് ഭാരമായി തീരുന്ന ഒരു കാലം. പ്രായമുള്ള അമ്മമാരൊരു ഭാരമാണ്. കാരണം അവരിൽ നിന്ന് ഇനിയൊന്നും ഊറ്റാനില്ലല്ലോ. അവസാനത്തെ തുള്ളിയും ഊറ്റി എല്ലാം കഴിഞ്ഞ് അവശരായി മാറി നിൽക്കുന്ന അമ്മമാരെ ശ്രദ്ധിക്കാൻ നമുക്ക് നേരമില്ല, നമുക്ക് സമയമില്ല. നാം വാട്സാപ്പിന്റെ ലോകത്താണ്, ഫേസ്ബുക്കിന്റെ ലോകത്താണ്. ഞാൻ വിഷയത്തിൽ നിന്ന് മാറുകയല്ല. ഗുരുദർശനങ്ങൾ എവിടെയാണ് പ്രസക്തമാകുന്നതെന്ന് ചോദിച്ചാൽ ലോകത്ത് മാത്രമല്ല, അന്താരാഷ്ട്ര കാര്യങ്ങളും യുദ്ധങ്ങളും പറയാനല്ല. ഇത് നമ്മുടെ വീടകങ്ങളിൽ തന്നെയുള്ള യുദ്ധങ്ങൾ ഇല്ലാതാക്കേണ്ടതാണ് ഗുരുദർശനങ്ങൾ. ഗുരു നമ്മുടെ വ്യക്തി ജീവിതത്തിലാണ് ആദ്യം ഉണരേണ്ടത്. വ്യക്തി ജീവിതത്തിലാണ് ഗുരു ആദ്യം പ്രവർത്തിക്കേണ്ടത്. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഗുരു അമ്പലത്തിലല്ല യഥാർത്ഥത്തിൽ. ഗുരു ഇരിക്കേണ്ടത് നമ്മുടെ മനസ്സിലാണ്. അങ്ങനെ നമ്മുടെ വ്യക്തി ജീവിതത്തെ ശുദ്ധീകരിക്കണം. നമ്മുടെ വീടകങ്ങളിൽ തുടങ്ങണം. പ്രണയം അവിടെയാണ് ഉണ്ടാകേണ്ടത്. അവിടെയാണ് പ്രണയം ഉണ്ടാകേണ്ടത്. പ്രണയം എന്ന് പറയുന്നത് മരുമകളെ പ്രണയിക്കുന്നതിലാണ്, ഭർത്തൃമാതാവിനെ പ്രണയിക്കുന്നതിലാണ്, ചേർത്ത് നിർത്തുന്നതിലാണ്.
അങ്ങനെ ചേർത്ത് നിർത്തിയാലാണ് ഗുരു നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നു ഗുരു എന്ന് പറയുന്നത് എവിടെയോ ഇരിക്കുന്ന ആളാണെന്ന്. അല്ല, ഗുരു നിങ്ങളുടെ അമ്മയായിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ മകളായിട്ടാണ് ഇരിക്കുന്നത്, മരുമകളായിട്ടാണ് ഇരിക്കുന്നത്. അവിടെയാണ് ഗുരുവിനെ തിരയേണ്ടത്. തിരഞ്ഞു തേറിടണം എന്നാണ്. വെളിയിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണു തിരഞ്ഞു തേറിടണം എന്നാണ് ഗുരു പറയുന്നത്. ആ ഭാനുമാന്റെ പ്രകാശം അന്വേഷിച്ച് കണ്ടെത്താൻ നമുക്ക് സാധിക്കേണ്ടത് വീടകങ്ങളിൽ നിന്നാണ്. അവിടെയാണ് സ്നേഹത്തിന്റെ മന്ത്രണങ്ങൾ ഉയരേണ്ടത്. അവിടെയാണ് അനുകമ്പാ ദശകം. ഗുരുവിന്റെ അനുകമ്പാ ദശകം ഒഴിവാക്കിക്കൊണ്ട് എന്തു ഗുരു, അരുളുള്ളവനാണ് ജീവി എന്നുരുവിട്ടിയിടുക ഈ നവാക്ഷരി. അല്ലേ? അരുളും അൻപും അനുകമ്പയും ഇല്ലാത്ത ഗുരു എന്ത് ഗുരുവാണ്? അങ്ങനെയുള്ള ഒരു ഗുരു ആരോടാണ് അരുളുണ്ടാകേണ്ടത്? അയൽപ്പക്കത്ത് അങ്ങെവിടെയോ കിടക്കുന്ന അറിയാത്ത മനുഷ്യനോടുള്ള അൻപല്ല, അടുത്ത് കിടക്കുന്ന മരുമകളോടുള്ള അൻപിനെ കുറിച്ചാണ് ഗുരു പറയുന്നത്. ആ കരുണയെക്കുറിച്ചാണ് ഗുരു പറയുന്നത്. സ്വന്തം അമ്മയോടുള്ള അരുളിനെ കുറിച്ചാണ് ഗുരു പറയുന്നത്. മുഹമ്മദ് നബി ഒരിക്കൽ പറഞ്ഞു, നാളെ പരലോകത്ത് മനുഷ്യരൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവം പറയും, അല്ല, ഞാൻ രോഗിയായി കിടന്നിട്ട് നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ മനുഷ്യൻ ചോദിക്കും, രാജാധിരാജനായ ദൈവമേ, അങ്ങേക്കെന്ത് രോഗം? അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ വീട്ടിൽ അമ്മയായി കിടന്നിരുന്നത് ഞാനായിരുന്നു, നിന്റെ അയൽപ്പക്കത്ത് അയൽക്കാരനായി രോഗിയായി കിടന്നിരുന്നത് ഞാനായിരുന്നു, അവിടെയെങ്ങും നിന്നെ കണ്ടില്ലല്ലോ. ഓ ദൈവമേ, ഞാനന്ന് പള്ളിയിൽ പോയിരുന്നു. ഇതാണ്, ഞാൻ പള്ളിയിൽ പോവുകയായിരുന്നു, അമ്പലത്തിൽ പോവുകയായിരുന്നു. സ്വന്തം മാതാവിനെ ശുശ്രൂഷിക്കാതെ ഏത് ക്ഷേത്രത്തിലേക്കാണ് സഹോദരി നിങ്ങൾ പോകുന്നത്? അതല്ലേ ക്ഷേത്രം. അമ്മയേക്കാൾ വലിയ ക്ഷേത്രമുണ്ടോ? അച്ഛനേക്കാൾ വലിയ പ്രതിഷ്ഠയുണ്ടോ? ഇതാലോചിക്കണ്ടേ? അപ്പൊ നമുക്ക് 100,000 കുറ്റങ്ങളാണ്. അമ്മ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, അമ്മ എനിക്ക് തന്നില്ലല്ലോ, എനിക്ക് ജ്യേഷ്ഠത്തിക്ക് കൊടുത്തത്ര തന്നില്ലല്ലോ. പരാതികൾ പിറകെ. ആദ്യം അമ്മ എന്ന വിലാസം മാത്രം മതി ആ പാദത്തിൽ ജീവിതം മുഴുവനും സമർപ്പിക്കാൻ. അമ്മ എന്ന വിലാസം മാത്രം മതി. ഒരിക്കൽ മുഹമ്മദ് നബി മക്കയിലെ പള്ളിയുടെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ തടിയുള്ള മാതാവിനെ, വലിയ ശരീരഭാരമുള്ള മാതാവിനെ ചുമലിലേറ്റി ആ വിശുദ്ധ മന്ദിരം ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നു. അയാൾ വിയർത്തൊലിക്കുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരാൾ പറഞ്ഞു, ഓ എന്തൊരു സ്നേഹമാണ്, എന്തൊരു നന്മയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത്. അപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞു, ആ മാതാവ് പ്രസവവേദനയുടെ സമയത്ത് ഉതിർത്ത ഒരു നിശ്വാസത്തിന് ആ മനുഷ്യന്റെ ജീവിതം മുഴുവനും പകരം കൊടുത്താലും മതിയാവില്ല. പ്രസവ സമയത്ത് ആ മാതാവ് ഉതിർത്ത ഒരു നിശ്വാസത്തിന് പകരമാകില്ല ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും. എന്നിട്ട് വേണ്ടേ ഒരു മനുഷ്യനും ഒരു മാതാവിനോടുമുള്ള കടമ ജീവിതം മുഴുവനും തീർത്താൽ തീരൂല. മാതാവിന്റെ കാൽക്കൽ സമർപ്പിക്കാനുള്ളതാണ് ജീവിതം. അതെത്ര മോശക്കാരിയാണെങ്കിലും മാതാവിന്റെ മെറിറ്റ് നോക്കിയിട്ടല്ല മാതാവാകുന്നത്. നിന്നെ പ്രസവിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ്. മെറിറ്റ് ഒന്നും നോക്കണ്ട, മെറിറ്റ് മറ്റുള്ളവർ നോക്കട്ടെ. സ്വന്തം മാതാവിന്റെ മെറിറ്റ് നോക്കിയല്ല മാതാവിനെ ശുശ്രൂഷിക്കേണ്ടത്. സ്വന്തം അച്ഛന്റെ മെറിറ്റ് നോക്കിയല്ല അച്ഛനെ പരിപാലിക്കേണ്ടത്. മെറിറ്റ് നോക്കാൻ മക്കൾക്ക് അവകാശമില്ല. മെറിറ്റ് നോക്കാനുള്ളവരല്ല മക്കൾ ശുശ്രൂഷിക്കാനുള്ളവരാണ്. അന്ധമായി ബ്ലൈൻഡായി സമർപ്പിക്കുക, കംപ്ലീറ്റ് സബ്മിഷൻ. അതിനപ്പുറത്ത് ഒരു ബാധ്യതയും നമുക്ക് പറയാനില്ല. അതിനപ്പുറത്ത് ഒന്നുമില്ല. ബ്ലൈൻഡായിട്ട് സമർപ്പിക്കണം, സറണ്ടർ ആകണം. ഇതാണ്. എന്നിട്ട് മാതാവിനെ ശുശ്രൂഷിക്കാതെ, പിതാവിനെ ശുശ്രൂഷിക്കാതെ, അവിടങ്ങളിലൊന്നും കാണാതെ ഗുരുദർശനത്തിന് ക്ഷേത്രത്തിൽ പോയാൽ ഗുരു അവിടെ ഉണ്ടാവില്ല. ഗുരു ഇറങ്ങിപ്പോകും. ഇതാണ്. പാടത്ത് പണിയെടുക്കുന്നിടത്ത് ദൈവം ഇരിക്കുന്നു എന്ന് ടാഗോർ പാടിയില്ലേ? ഇത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ദൈവം ഇരിക്കുന്നത്. ഇത് ഓർക്കണം. നിങ്ങൾ ആരെങ്കിലും വൃദ്ധസദനങ്ങൾ തിരയുന്നുവെങ്കിൽ, മനസ്സാ തിരയുന്നുവെങ്കിൽ ഗുരുവിനെ ഓർത്തത് വേണ്ടെന്ന് വെക്കണം. നിങ്ങൾ ആരെങ്കിലും സ്വന്തം മാതാപിതാക്കൾ ഭാരമായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഗുരുവിനെ ഓർത്ത് അത് ഉപേക്ഷിക്കണം. കാരണം മാതാപിതാക്കളെക്കാൾ വലിയ ഗുരുവും മാതാപിതാക്കളെക്കാൾ വലിയ ക്ഷേത്രവും ഇല്ല എന്നറിയണം. ഈ സന്ദേശമാണ് ഗുരു നമുക്ക് നൽകുന്നത്. ഇതാണ് ഗുരുവിൻ്റെ അധ്യാപനങ്ങളുടെ ആകത്തുക. ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. നമ്മുടെ ഉള്ളം വെളിച്ചമാകണം, ഉള്ളിൽ നിന്നുണരണം. അതെല്ലാം എന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും ഉറ്റവരെ ചേർത്ത് പിടിക്കുന്നിടത്താണ് ഗുരു നമ്മുടെ ഉള്ളിൽ സജീവമായി തീരേണ്ടത്. എന്തൊക്കെ തെറ്റുകുറ്റങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ആളുകളുണ്ടോ? ഇഷ്ടമില്ലാത്തത് പറയാത്ത, ഇഷ്ടമില്ലാത്തത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരിലും അപ്രിയമായതുണ്ടാകും. അതൊക്കെ വെച്ചല്ലേ ഗുരു തൻ്റെ ശിഷ്യരെയൊക്കെ ചേർത്ത് പിടിച്ചത്, അല്ലേ?
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ഗുരു പറഞ്ഞപ്പോൾ ഗുരുവിന്റെ ശിഷ്യൻ തിരുത്തി, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്. സഹോദരൻ അയ്യപ്പൻ ആരോ പറഞ്ഞു, ഗുരുവിനെ തിരുത്തുന്നു ഗുരുവിന്റെ ശിഷ്യൻ. ആരാണത്? അത് സഹോദരൻ. എന്താ പറയുന്നത്? ദൈവം വേണ്ട, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്. ശരിയാണല്ലോ. അയാൾ ദൈവനിഷേധിയാണ്. ഗുരു പറഞ്ഞു, അല്ല, വാക്കുകളിലേ ഉള്ളൂ, കർമ്മങ്ങളിൽ ദൈവമുണ്ട്. ഇങ്ങനെ തന്നോട് വിയോജിക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന ഒരു ഗുരുവുണ്ട് നമുക്ക്. വിയോജിക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന ഗുരു. അത് സഹോദരൻ അയ്യപ്പൻ മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ളവരും നമ്മോട് വിയോജിക്കുന്നവരെ ചേർത്ത് നിർത്തലാണ് ഗുരുവിന്റെ പാത എന്ന് പറയുന്നത്. തന്നെ അനുകൂലിക്കുന്നവരെ മാത്രമല്ല, തന്നോട് വിയോജിക്കുന്നവരെയും ചേർത്ത് നിർത്തലാണ് ഗുരു. അങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ട്, അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഓരോരുത്തരെയും അവരായിക്കൊണ്ട് ഉൾക്കൊള്ളുന്ന ഒരു ബന്ധത്തിന്റെ പേരാണ് ഗുരു എന്ന് പറയുന്നത്. ആരെയും വിമർശിച്ചില്ലല്ലോ ഗുരു. ഗുരുവിന്റെ ജീവിതത്തിൽ നിങ്ങൾ കേൾക്കുമോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഗുരു ആരെയെങ്കിലും വിമർശിച്ചു? ഒരിടത്ത് മാത്രം, അവിടെ ശങ്കരന് തെറ്റി എന്ന് പറഞ്ഞിടത്തല്ലാതെ ഗുരു ഒരാളെയും വിമർശിച്ചിട്ടില്ല. വിമർശിക്കാൻ ഗുരുവിന് സാധിക്കില്ല. എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു സ്നേഹപാശത്തിന്റെ പേരാണ്, ഒരു സ്നേഹപശിമയുടെ പേരാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ആ സ്നേഹപശിമയാണ് നമ്മിലും ഉണരേണ്ടത്, നമ്മിലും ഉണ്ടാകേണ്ടത്. ചേർത്ത് നിർത്തലാണ് ഗുരു, അകറ്റി നിർത്തലല്ല. ഉൾക്കൊള്ളലാണ് ഗുരു, മാറ്റി നിർത്തലല്ല. ആകർഷിക്കലാണ് ഗുരു, വികർഷിക്കലല്ല. ഇത് നാം എന്നാണോ തിരിച്ചറിയുന്നത്, അന്നാണ് ഗുരു നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഗുരു പുറത്തായിരിക്കും, നമ്മളും ഗുരുവും തമ്മിൽ ബന്ധമൊന്നും ഉണ്ടാവില്ല. ഒരു ചിത്രത്തിൽ ഗുരുവിന്റെ പ്രതിഷ്ഠ എവിടെ, നമ്മളെവിടെ. ഗുരുവിന്റെ ചിത്രം എവിടെ, നമ്മളിവിടെ. അതിനപ്പുറത്തേക്ക് ഗുരു നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഉണർവായി ഇറങ്ങി വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ദർശനങ്ങൾ വേണം. അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഗുരു ദർശനങ്ങളിലൂടെ, ഗുരുകൃതികളിലൂടെ നിങ്ങൾ കയറി ഇറങ്ങണം. ജീവിതകാലം മുഴുവൻ പഠിച്ചാലും തീരാത്ത ആഴക്കടലിന്റെ പേരാണ് ഗുരു. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം എന്ന് ഗുരു പറയുന്നുണ്ട്. ആഴിയും തിരയുമാണ് ഗുരു. അറ്റമറിയാത്ത കടലാണ്, അളക്കാനാവാത്ത കടലാണ്. എങ്കിൽ പോലും ജീവിതത്തിന്റെ ഒരറ്റം തീരുന്നത് വരെയെങ്കിലും ഗുരുവിന്റെ കൃതികളിലൂടെ മെല്ലെ മെല്ലെ ഒന്ന് യാത്ര ചെയ്ത് തുഴഞ്ഞ് എത്തുന്നിടത്തെത്തി അവസാനിക്കുന്നിടത്ത് അവസാനിക്കാൻ നമുക്ക് സാധിച്ചാൽ നാം ധന്യരായി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.